ഘോഷവതിയാണ്. ഇന്നിവിടെ വന്നിരുന്ന സമയം തൊട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പാട്ടുകളിൽ കൂടി വചന ശുശ്രൂഷയിൽ കൂടിയൊക്കെയും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഹല്ലേലൂയ. വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ വെറും മെസ്സഞ്ചറാണ്. ദൈവാത്മാവ് ദൂത് പറയുന്നതാണ്, പരിശുദ്ധാത്മാവ് തരുന്ന ദൂതാണ് പറയുന്നത്. ആകയാൽ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ ഓരോരുത്തർക്കും വേണ്ടിയ ആത്മീക വചനങ്ങൾ പരിശുദ്ധാത്മാവ് നൽകി തരും. ആൻഡ് ഐ ഗ്രീറ്റ് ഓൾ ദി യങ്സ്റ്റേഴ്സ് here in the matchless name of my Savior Jesus Christ. I'm so happy that you all are listening to the messages. I got few of the feedbacks from the young people here, and I was so thankful for the Lord for the mighty way that God was speaking to them. And I'll try to speak both in English and Malayalam, okay, as the Holy Spirit leads, okay. വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് എന്നെ ക്ഷണിച്ച പ്രിയ കർത്താവിൻ്റെ ദാസി, എസ്പെഷ്യലി റോഷിയൻ ഫാമിലി, നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ ഈ ദിവസങ്ങളിൽ ഹോസ്റ്റ് ചെയ്തതിന്, എന്നെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്തവർ, ഫുഡ് തന്നത് എല്ലാവർക്കുമുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ വചന ധ്യാനത്തിനായി വുഡ് ലൈക്ക് ടു ടേക്ക് your attention to Matthew chapter 14 verse 34. Just the first part of that, the verse. അവർ അക്കരെ എത്തി. മതി. അവർ അക്കരെ എത്തി. So it says, and when they were gone over, they came into the land of Gennesaret. So I'm going to take your attention to that word, അവർ അക്കരെ എത്തി. So ആ വാക്യത്തിന് ഭയങ്കര ഒരു ശക്തിയുണ്ട്. ബിക്കോസ് അവർ അക്കരെ എത്തി എന്ന് വെറുതെ എഴുതുവല്ല. ഇറ്റ് ഈസ് ആക്ച്വലി എ ടൈറ്റിൽ ബിക്കോസ് ഇറ്റ് വാസ് ഹാർഡ് ഫോർ ദം ടു റീച്ച് their destination. It was hard for them to reach the destination. So the beginning of the message, Holy Spirit was speaking to me that there are people here who are attending the service who are struggling to reach your destination. Or you have a goal but you're struggling. It's hard for you to reach that goal. നമുക്ക് എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്. എനിക്കത് വേണം. ജോലിയിൽ ഒരു ലക്ഷ്യമുണ്ട്, കുടുംബജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, തലമുറകളെ നോക്കുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. But in the midst of your journey you are struggling because you are in the midst of a problem that you're facing, the challenges that you're facing. You're like, God, I don't know what will be the end result of this journey. I don't know how I'm going to solve the problem that I'm facing right now. I don't know the challenges that I'm facing in my job. I don't know what is going to happen. കർത്താവ്, എനിക്ക് അക്കരെ എത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. Because this journey is so hard. Okay? So for all those who have all these questions, God is telling, നിങ്ങൾ അക്കരെ എത്തും. How many of you can take your hands up and say, ഞാൻ അക്കരെ എത്തും? ആരും പറഞ്ഞില്ല. ഇതാണ് പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ലെന്ന് പറയാൻ അനുസരിക്കത്തില്ല. ഒന്ന് പറഞ്ഞേ, ഞാൻ അക്കരെ എത്തും. യെസ്. രണ്ട് മീനിങ് ഉണ്ട് ഈ വാക്കിന്. ഞാൻ അക്കരെ എത്തും എന്ന് പറയുന്ന ഫിസിക്കൽ മീനിങ്സ് നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജോലിയിൽ അക്കരെ എത്തും, തലമുറ അക്കരെ എത്തും. ദാറ്റ് യു വിൽ ബി സോ ഹാപ്പി. പക്ഷേ ദ മെയിൻ ഗോൾ ഓഫ് ദ വേർഡ് ഇസ് അക്കരെ എത്തണം. വി ഡോണ്ട് ബിലോങ് ഹിയർ. നമ്മൾ ഇവിടെ ഉള്ളവരല്ല. ഇത് താൽക്കാലികമാ. എത്തേണ്ട ഒരു അക്കരയുണ്ട്. യു ഹാവ് ടു റീച്ച് ദെയർ. That is our final destination. I was so happy today. You know what? Your English worship was awesome. അതിൻ്റെ അർത്ഥം മലയാളം awesome അല്ലെന്നല്ലായിരുന്നു. I'm not telling that. But the songs that you select, I was so much happy and I was rejoicing in the presence of the Lord. Because I got the confirmation about my message at the same time. All the words that we were singing, it has so much power. We were declaring who God was in our life, who God is in our life, who God will be in our life. Right? When you sing, ഇന്നലെ ഞാൻ മെസ്സേജിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നുണ പാടരുതെന്ന്. Hope few of you accepted it, right? ഇല്ലേ? കുറച്ച് പേരെങ്കിലും അത് ഏറ്റെടുത്തില്ലേ? ഇനി ഞാൻ നുണ പാടത്തില്ലെന്ന്, അല്ലേ? സോ നുണ പാടുകയും ചെയ്യരുത്, പറയുകയും ചെയ്യരുത്. ഓക്കെ? സോ നുണ പാടാൻ എളുപ്പമാ. But when you sing, you are declaring in the presence of the Lord. ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ മീറ്റിങ്ങിന് വന്നപ്പോൾ സെക്കൻഡ് ഡേ നൈറ്റ് ഒരു മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നാവിനെ സൂക്ഷിക്കണം. ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ ബന്ധപ്പെടരുതെന്ന്. Ecclesiastes chapter 5 words 1 to 7. ദൈവസന്നിധിയിൽ നീ വരുമ്പോൾ എന്ത് ചെയ്യണം? നിന്റെ നാവിനെ സൂക്ഷിക്കണം. അബദ്ധവശാൽ വന്നു പോയെന്ന് ദൂതന്റെ സന്നിധി പറയരുത്. Do not say in the presence of the
angel that, oh, I just simply said, I don't know the impact of that word. I don't know what it means. I just simply said, I just offered my, some words in the presence of the Lord. I just said, I will serve him. I said, I sang in the presence of the Lord, I will surrender. But actually, when you sing, God, I surrender completely. I give you my health. I give you my whole life. Actually, you have to mean it. Illengi prashnava. Because God will ask, you already told me that you are surrendering your life. So I'm telling you that you have to be very careful in the vows that you take in the presence of the Lord. There are people who take a lot of vows. I'm just concluding all the messages and I'm coming to this part. To reach the eternal life and also to reach the destination, you have to remember the vows that you take in the presence of the Lord. The submissions that you made in the presence of the Lord. God, I will serve you. I will serve in the church. God, I surrender completely. Whatever you say, I will obey. ഇതൊക്കെ നമ്മൾ പറയുന്ന വോസാ. കർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാമെന്ന്. പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു നോക്കട്ടെ, അപ്പം പറയും കർത്താവെ പറ്റത്തില്ലെന്ന് പറയും. സോ അതുകൊണ്ട് ഇന്ന് മാനസാന്തരപ്പെടുമ്പം ഒരു കാര്യം മാനസാന്തരപ്പെടണം. കർത്താവ് ഒത്തിരി വാക്ക് ഞാൻ കർത്താവിന് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യും? ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു വാക്കിൻ്റെ ഒരു മോസ്റ്റ് ഓഫ് ദം യു ആർ നോട്ട് ദെയർ ഇൻ യെസ്റ്റർഡേയ്സ് മീറ്റിംഗ്. പക്ഷെ ഇന്നലെ പറഞ്ഞ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട്. യു ഹാവ് ടു ആസ്ക് ദം വാട്ട് ആർ ദ തിങ്സ് ഗോഡ് വാസ് റിമൈൻഡിങ് യു. പക്ഷെ അതിനകത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട്, എല്ലാ ചതിവും, അല്ലേ, വ്യാജഭാവം മാറ്റണമെന്ന്. സോ ഈ എല്ലാ ചതിവെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് തിങ്കിങ് വെൻ ഗോഡ് റിമൈൻഡഡ് മീ അബൌട്ട് മൈ സിൻ, നിങ്ങളുടെ ചതിവ് മാറ്റണം. So I was like, how did I deceive God, Jesus? Or how did I, deceive God? So God was telling me this. The time when you got baptism or baptized in the water and when you come out of the water, you know what you say? മരണപര്യന്തം ഞാൻ വിശ്വസ്തയായിരുന്നോളാം, അല്ലേ? നമ്മൾ ആ വാക്ക് കൊടുത്തിട്ടാണ് വെള്ളത്തിൽ നിന്ന് കയറി വരുന്നത്. How many of you are baptized here? Okay, most of you are baptized, you know that, right? അത് ചോദിക്കുമ്പോൾ പോലും കൈ പൊക്കാൻ പലർക്കും മടിയാ. സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പോലും കൈ പൊക്കത്തില്ലെന്ന്. എന്തുവാന്ന് പറ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഗോഡ് ഇസ് വാച്ചിങ് യു. ഇതിനൊക്കെ മാറ്റം വരും. ഓക്കെ, സോ സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചപ്പം കൈ പൊക്കിയില്ലെങ്കിൽ സ്നാനപ്പെട്ടതാണെന്ന് ഉറപ്പുണ്ടല്ലോ, അല്ലേ? ഓക്കെ, സോ ദാറ്റ് റിമെമ്പർ ദാറ്റ് ഡേ വെൻ യു ഗോട്ട് ബാപ്റ്റൈസ്ഡ് ആൻഡ് യു ഗോട്ട് ഓഫ് ദ വാട്ടർ. പാസ്റ്റർ പറഞ്ഞു വിടുന്ന ഒരു വാക്കുണ്ട്. ഞാൻ ഇപ്പോഴും പറയും പാസ്റ്റർമാരോടെല്ലാം, ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന, once you give baptism, make sure they stand and listen to the word. Most of them won't listen. എന്താണെന്നറിയോ? വെള്ളത്തിൽ മുങ്ങി വരുമ്പം ഇത് തുടയ്ക്കുന്ന ധൃതിയില്ല. ഇപ്പം പാസ്റ്റർ പറഞ്ഞ അവർ ശ്രദ്ധിക്കത്തില്ല. എന്തുവാ? മരണപര്യന്തം വിശ്വസ്തയായിരിക്കും, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം പറയും, എന്തുവാ? ആമേൻ. വാട്ട് യു മീൻ? എന്തുവാ ആമേൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ലെറ്റ് ദാറ്റ് ബി. വാട്ട് എവർ യു സെഡ്, ഐ അഗ്രി വിത്ത് ഇറ്റ്. അണ്ടർസ്റ്റുഡ്? സോ ഞാനത് അഗ്രി ചെയ്യുവാന്ന് മീൻസ് യു ഗേവ് ദ വേർഡ്. വെള്ളത്തിൽ നിന്ന് ഓൾറെഡി അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാണ് കയറിയത്. എന്താണെന്നറിയോ? ഫെയ്ത്ത്ഫുൾ ആയിരുന്നോളാമെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫെയ്ത്ത്ഫുൾ ആയിക്കോളാന്ന് വാക്ക് കൊടുത്തിട്ട് നമ്മൾ ആരെയാ ചതിയന്മാരെന്ന് വിളിക്കുന്നതെന്നറിയോ? നമ്മൾ ആരെയാ ചതിയന്മാരെന്ന് പറഞ്ഞു? വാക്ക് തന്നിട്ട് പാലിക്കാത്തവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചതിയൻ. അപ്പം ഞാൻ ഇന്നലെ വചനം പറഞ്ഞപ്പോൾ I was not able to complete that. ഞാൻ അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ ചതിവും മാറ്റണമെന്ന്. ബട്ട് ചതിവ് എന്താണെന്നറിയോ? കർത്താവിന് വാക്ക് കൊടുത്തായിരുന്നു, ഞാൻ നന്നായിട്ട് ജീവിച്ചോളാം, വിശ്വസ്തനായിരുന്നോളാം. കല്യാണം കഴിച്ചപ്പോഴും പറഞ്ഞായിരുന്നു എന്തുവാന്ന്? വിശ്വസ്തരായിരുന്നോളാം. വെൻ യു ഗോട്ട് മാരീഡ് ഓൾസോ യു സെഡ്, ഐ വിൽ ബി ഫെയ്ത്ത്ഫുൾ ടു യു. കല്യാണത്തിൽ വിശ്വസ്തത, കുടുംബജീവിതത്തിൽ വിശ്വസ്തത, മക്കളെ പ്രതിഷ്ഠിച്ച് പാസ്റ്റേഴ്സ് പ്രതിഷ്ഠിച്ച് മാതാപിതാക്കളെ കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയും, വിശ്വസ്തരായി മാതാപിതാക്കളെ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ മക്കളെ വളർത്തണമെന്ന്. You have to be faithful parents. ഇതൊക്കെ നമ്മൾ കേൾക്കും. But my question is, are you faithful? ആരും തമ്മിൽ ചോദിക്കണ്ട. Ask yourself, God, am I faithful as a believer, as a disciple of Jesus? Am I faithful as a wife and a husband? Am I faithful as a father and a mother for my children? If you are not, പറഞ്ഞ തീരുമാനത്തിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ, ഫെയ്ത്ത്ഫുൾനെസ് ഇല്ലെങ്കിൽ ഓർത്തോ നമ്മുടെ പേര് ചതിയെന്നാ. ഞാൻ വിളിച്ചതല്ല, ബൈബിള് പറയുന്നതാ. 1 Peter chapter 2 verse 1 and 2. ഇതൊക്കെ നീക്കിക്കളഞ്ഞ ശിശുക്കളെ പോലെ ആകണമെന്ന്. മനസ്സിലായി? ഞാൻ എന്തിന് ഈ വചനം പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഹോളി സ്പിരിറ്റ് ഇന്ന് രാവിലെ പറഞ്ഞു, ഐ ഹാവ് ടു കംപ്ലീറ്റ് ദാറ്റ് മെസ്സേജ്. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ഹല്ലേലൂയ. ചതി മാറ്റണം, നുണ മാറ്റണം, ദുഷ്ടത മാറ്റണം, വ്യാജഭാവം മാറ്റണം, ട്രൂത്ത്ഫുൾ ആവണം. ട്രൂത്ത്ഫുൾ. ഐ ഹാവ് ടു ബി ട്രൂത്ത്ഫുൾ. വെൻ ഐ പ്രീച്ച്, ഐ ഷുഡ് ബി ട്രൂത്ത്ഫുൾ. എൻ്റെ ഉള്ളിലുള്ളത് മറച്ചു വെച്ചിട്ട് ഐ കനോട്ട് പ്രീച്ച്.
ഇഫ് ഐ എം നോട്ട് ട്രൂത്ത്ഫുൾ ഐ കനോട്ട് സ്റ്റാൻഡ് ഹിയർ. ഞാൻ ദൈവസന്നിധിയിൽ, ഞാൻ പറഞ്ഞില്ലേ കർത്തൃമേശയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ കർത്തൃമേശയെ നിസ്സാരമായി കാണരുത്. ഇത് കർത്താവിൻ്റെ മേശയാണ്. കർത്താവിൻ്റെ മേശയെന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. കർത്താവ് അവിടെ ഒരു വ്യവസ്ഥ പറയുന്നുണ്ട്, അയോഗ്യമായി ഈ അപ്പത്തിൽ നിന്ന് തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവരൊക്കെയും തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി, ആ വാക്ക് അണ്ടർലൈൻ ചെയ്യണം. ബിക്കോസ് ഓഫ് ദിസ് കോസ് നിങ്ങളിൽ പലരും രോഗികളാകും, പിന്നെ അനേകരും നിദ്ര കൊള്ളുന്നു. ഏത് നിദ്രയാ? ആത്മീക നിദ്രയാ. എന്ന് വെച്ചാൽ ചർച്ച വന്നിരിക്കും, നല്ല രസമാണ് കാണാൻ. പക്ഷെ ആത്മീക നിദ്രയിലുള്ളവരുടെ പ്രത്യേകത എന്നറിയോ? ഇവിടെ നിന്ന് കൈ ഉയർത്താൻ പറഞ്ഞാലും കൈ ഉയർത്തത്തില്ല, കാരണം അവർ കേൾക്കുന്നില്ലല്ലോ, നിദ്രയിലല്ലേ. ജീവനില്ലല്ലോ അകത്ത്. ജീവനുള്ളവരെന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. ആത്മീക നിദ്ര പ്രാപിച്ചവർ, പാസ്റ്റർ അല്ല, ഇനി ലോകത്തിലെ ഏത് വലിയ ആൾ വന്ന് ഇവിടെ കിടന്ന് കൈ ഉയർത്ത് സ്തോത്രം പറ പ്രൈസ് ദി ലോർഡ് പറയാൻ പറഞ്ഞാലും ഞാനിങ്ങനെ ഇരിക്കൂ. മനസ്സിലായോ? കാരണം ജീവനില്ല. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഇന്ന് പറയുക, നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ചാവാറായ ശേഷിപ്പുകളൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ജീവിപ്പിക്കണം. എങ്ങനെയാ ചത്തുപോയെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അയോഗ്യമായി എന്ത് ചെയ്തു. പിന്നെ ആ ദൈവദാസൻ സങ്കീർത്തനങ്ങളിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി വേണം. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഐ ഹാവ് ടു ഗോ ടു ദ മെയിൻ മെസ്സേജ്. ബട്ട് പരിശുദ്ധാത്മ ശക്തമായിട്ട് എന്നോട് പറഞ്ഞു, ഐ ഹാവ് ടു റിമൈൻഡ് യു ദ വേർഡ് ദാറ്റ് ഗോഡ് ടോൾഡ് മീ ടു സേ. അയോഗ്യമായി കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, യോഗ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കഴിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുക, ദെർ ആർ ടൈംസ് വെയർ ഐ വാസ് സിക്ക് ഇൻ മൈ ബോഡി. സിക്നെസ് രണ്ട് രീതിയിലുണ്ടാവും കേട്ടോ. ഫിസിക്കൽ സിക്നെസ്, ഒന്ന് വെൻ യു ഡോണ്ട് യുനോ എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ആ സന്തുലിതാവസ്ഥ, അല്ലെങ്കിൽ വെൻ യു ആർ നോട്ട് ലൈക്ക് യുനോ അലൈൻഡ് വിത്ത് യുവർ നേച്ചേഴ്സ് തിങ്. അതായത് ഇപ്പം മഴ നനഞ്ഞാൽ പനി പിടിക്കും, യു നോ ദാറ്റ്. അപ്പം പനി പിടിച്ചത് അയോഗ്യമായി ഇത് കഴിച്ചിട്ടല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു കേട്ടല്ലോ. ഷുഗർ ഉണ്ടെന്നറിയാം, എന്നിട്ട് ഷുഗർ കഴിച്ചു, ഷുഗർ കൂടിപ്പോയി. സോ നമ്മളൊരു റൂളിനെ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസീസ് വരുന്നത്. ദാറ്റ് ഈസ് വൺ. അതിന് ചികിത്സയുണ്ട്, ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? വിടുതൽ പ്രാപിക്കും. ബട്ട് ദെയർ ആർ സം സിക്നെസ്, ഡോക്ടർമാർ പറയും ഞങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. നിങ്ങൾ കയറി ഇറങ്ങാത്ത ഒറ്റ ആശുപത്രി കാണത്തില്ല, എല്ലായിടത്തും കയറി ഇറങ്ങും. കാണിക്കാത്ത ഡോക്ടറില്ല. UK കാണിക്കുന്നു, USA കാണിക്കുന്നു, ഇന്ത്യയെ കാണിക്കുന്നു, എല്ലാ വിദഗ്ധ ഡോക്ടർമാരും പറയും എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല, എല്ലാം നോർമലാ, പക്ഷെ നമുക്ക് വയ്യ. അങ്ങനത്തെ സിറ്റുവേഷൻ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, കർത്താവ് എവിടെയോ എനിക്ക് പാകപ്പഴ വന്നിട്ടുണ്ട്. only you can understand from where I got this disease. അതിനൊരൊറ്റ കാരണം ഞാൻ പറയാം. ഞാനിത് പറയുന്നത് എന്താ പറയുക, I have seen people got delivered from it. എനിക്ക് പേഴ്സണലി ആൾക്കാർ മെസ്സേജ്, സിസ്റ്ററെ താങ്ക് യു സോ മച്ച് ഫോർ ലെറ്റിംഗ് മീ നോ ദ ട്രൂത്ത്. ഞാൻ സത്യം പറയാനാണ് വന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രൂത്ത് ഈസ് ലൈക്ക് എ സർജറി, ലൈ ഈസ് ലൈക്ക് എ പെയിൻ കില്ലർ. ട്രൂത്ത് പറയാനാണ് വന്നത്. ഇച്ചിരി മുറിവൊക്കെ കിട്ടും, പക്ഷെ സാരമില്ല, ഞാൻ ട്രൂത്ത് പറയുക. മനസ്സിലാവുന്നുണ്ടോ? ദൈവാത്മാവ് സ്പർശിക്കുന്നവർ ഏറ്റെടുത്താട്ടെ. രോഗത്തിന് വിടുതലില്ലെങ്കിൽ ഒറ്റ കാര്യം ചോദിക്കണം, കർത്താവേ ഞാൻ അയോഗ്യമായി, ഡിഡ് ഐ എവർ ടേക്ക് പാർട്ട് ഇൻ യുവർ ടേബിൾ ഇൻ ആൻ അൺവർതി മാനർ? What are the unworthy manner? എനിക്കറിയാം കർത്താവിന്റെ ദാസം കർത്തൃമേശയിൽ ശുശ്രൂഷിക്കപ്പെട്ട. why I said this is like 1 Peter chapter 2 words 1 and 2. എല്ലാവരും വീടുകളിൽ പോയി നിർത്തി ഇരുന്ന് വായിച്ചിട്ട് പറയണം, കർത്താവ് is there anything in my life that is unworthy? എൻ്റെ ഉള്ളിൽ ദുഷ്ടതയുണ്ടോ? How am I treating my wife? How am I treating my children? How am I treating my co-workers? Hallelujah. ഞാൻ എന്നെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു? എന്നിൽ ദുഷ്ടതയുണ്ടോ? എൻ്റെ വായിന്ന് ദുഷ്ടതയാണോ വരുന്നത്? എൻ്റെ ഉള്ളിൽ ചതിവുണ്ടോ?
ചെയ്യുന്നുണ്ടോ, ഞാൻ വാക്ക് കൊടുത്തിട്ട് പാലിക്കാത്തതുണ്ടോ, പിന്നെ നുണ പറയുന്നുണ്ടോ, ഞാൻ എല്ലാം നോക്കണം. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയും, ഇന്ന് ഈ സമയം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ കർത്തൃമേശയ്ക്ക് മുമ്പ് കർത്താവിനോട് പറയണം, അപ്പാ എൻ്റെ ജീവിതത്തിൽ അതുണ്ട്, ഞാൻ അപ്പൻ്റെ മുമ്പിൽ അത് സമ്മതിക്കുക, എന്നെ അങ്ങയുടെ രക്തത്താൽ ഒന്നും കൂടെ ഒന്ന് കഴുകണം, എനിക്ക് ആഗ്രഹമുണ്ട് നന്നായിട്ട് ജീവിക്കാൻ, എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൻ പറയുന്നത് പോലെ ജീവിക്കാൻ. പക്ഷെ പലപ്പോഴും പറ്റിയിട്ടില്ല. ക്ഷമ ചോദിക്കേണ്ടവരോട് ഞാൻ ക്ഷമ ചോദിച്ചോളാം, മാനസാന്തരപ്പെടേണ്ട ഏരിയ ഞാൻ മാനസാന്തരപ്പെട്ടോളാം. ഇല്ല, മാനസാന്തരപ്പെടാതെയാണ് കൈ നീട്ടുന്നതെങ്കിൽ പാസ്റ്ററെ പേടിച്ചും ഹസ്ബൻഡ് എന്ത് പറയുന്നു ഓർത്തും കൂടെ ഇരിക്കുന്നവരാവും എന്നെ ജഡ്ജ് ചെയ്യും, എന്നിൽ പാപമുണ്ടെന്ന് അവർ ചിന്തിക്കും എന്ന് വിചാരിച്ചെടുത്താൽ നമ്മൾ കഷ്ടതയിൽ പോകുമ്പോൾ നമുക്ക് രോഗം വന്നത്, വെൻ യു ഗോ ത്രൂ ദ ഹാർഡ് ടൈം ഇറ്റ് വിൽ ബി ഹാർഡ്. അപ്പം ചിന്തിക്കും, അയ്യോ ഞാനതൊന്നും എടുക്കണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പറയുക, ദാറ്റ് ഈസ് വൺ ഓഫ് ദ തിങ്സ്. സെക്കൻഡ്, യോഗ്യമായി എടുത്ത് എന്നാ പറ്റുന്ന എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. there were times where I was sick. വളരെ എൻ്റെ മമ്മി എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, യോഗ്യമായി കഴിച്ചാൽ രോഗസൗഖ്യവും ആരോഗ്യം ഈ മേശയിൽ നമുക്ക് ലഭിക്കും. ഇത് ജീവിപ്പിക്കുന്നതാ, ഇത് ചൈതന്യപ്പെടുത്തുന്നതാ. there were times where I remember last year, ഞാൻ ഈ സമയം എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ശ്വാസമുട്ടനാൽ ഭാരപ്പെടുക. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് റെഗുലർ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കേട്ടോ. എനിക്ക് സഹിക്കാൻ പറ്റാത്ത അസ്വസ്ഥത എൻ്റെ ശരീരത്തിലും. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, ഞാൻ ചർച്ചിൽ എനിക്കന്ന് പോകാൻ പറ്റത്തില്ല. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ ശരീരത്തിന് ആരോഗ്യം ദൈവം നൽകി തരണം, എനിക്ക് ഈ പ്രഗ്നൻസി ക്യാരി ചെയ്യാനുള്ള കൃപ അങ്ങ് നൽകി തരണം. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് എനിക്ക് വചനം ഹല്ലേലൂയ ഓർമ്മപ്പെടുത്തി തന്നു. കർത്താവിൻ്റെ മേശ കഴിക്കുമ്പോൾ ജീവൻ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കൂന്ന്, തളർന്നു പോകത്തില്ലെന്ന്. That Sunday I went to the church. കർത്തൃമേശയുടെ മുമ്പിൽ ഞാൻ മുഴങ്കാലം മടക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പാ ഞാൻ ഈ അപ്പം കഴിക്കാൻ പോവാ, എന്നിൽ എന്തെങ്കിലും അയോഗ്യതയുണ്ടെങ്കിൽ എന്നെ ഓർമ്മപ്പെടുത്തണം. എൻ്റെ കുറവുകളൊക്കെ കർത്താവ് വെളിപ്പെടുത്തി തന്നു കേട്ടോ. ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിച്ചു, നിരപ്പ് പ്രാപിക്കേണ്ടവരോട് നിരപ്പ് പ്രാപിച്ചു, എല്ലാം ചെയ്ത് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞപ്പാ ഞാൻ കഴിക്കുവാ, എന്നെ ബലപ്പെടുത്തണം. I remember that moment. ഞാൻ കർത്തൃമേശയിൽ നിന്ന് ഭാഗവാക്കായി കഴിയുകയും എന്നിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വന്നിട്ട് എൻ്റെ ഉച്ചി തൊട്ട് ഉള്ളംകാല് വരെ ദൈവത്തിൻ്റെ പ്രസൻസ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് പൂർണ്ണ വിടുതലോടുകൂടിയാണ് വന്നത്. അതുവരെ പ്രാപിക്കാൻ പറ്റാത്ത പൂർണ്ണ സൗഖ്യം എൻ്റെ ശരീരത്തിൽ വന്നു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങാൻ തുടങ്ങി, കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. വചനം പതുക്കെ പതുക്കെ, എനിക്കൊരു ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, പറയാൻ തുടങ്ങി, കുഞ്ഞുങ്ങൾ ബലപ്പെടാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എന്തെന്ന് ഞാൻ അന്ന് ഗ്രഹിച്ചറിഞ്ഞു. ദൈവമക്കളെ, ഇത് ജീവിപ്പിക്കുന്നതാ. ഹല്ലേലൂയ. ഇത് ബലം പകർന്നു തരുന്നതാ. എന്നാൽ അയോഗ്യമായി ഇത് കഴിച്ചാൽ, അയോഗ്യമായി ഇത് തൊട്ടാൽ, ഹല്ലേലൂയ, നിനക്ക് തന്നെ ശിക്ഷാവിധി, നിനക്ക് തന്നെ. അതായത് ഞാൻ പറയാം, ഈസി മാനറിൽ പറയാം, നിങ്ങളുടെ മുമ്പിൽ കൊണ്ട പോയിസം വെച്ചിട്ട് പറയാം, കുടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കുടിക്കുവോ? തൊട്ടടുത്തിരിക്കുന്നവരെന്ത് ചിന്തിക്കും നിങ്ങൾ ചിന്തിക്കുവോ? എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. ആക്ച്വലി ഇത് ജീവിപ്പിക്കുന്നതാ. പക്ഷെ അയോഗ്യമായി കഴിക്കുമ്പം നിങ്ങളുടെ പണിഷ്മെന്റ് നിങ്ങൾ കുടിക്കുവാന്ന് മനഃപൂർവ്വം. യു ആർ വില്ലിംഗ്ലി ടെല്ലിങ് ഗോഡ്, എനിക്ക് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല, പക്ഷെ ഞാനിത് എന്ത് ചെയ്യുക? എന്നോട് ദൈവം ഇത് വാണിംഗ് ആയിട്ട് സഭയോട് പറയാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുക. ഓക്കെ, ഐ നോ ഇറ്റ് ഇസ് ഹാർഡ് ടു അക്സെപ്റ്റ്. പക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് റിപ്പൻഡൻസ് വന്ന പരിശുദ്ധാത്മാ പറയുക, അതായിരിക്കാം ചിലപ്പോൾ നിന്റെ ജീവിതത്തിന്റെ അക്കരെ എത്താൻ പറ്റാതെ നിൽക്കുന്ന ബ്ലോക്ക്. എല്ലാം ഉണ്ട്, but you are not able to get into your destination. When people look from outside, you have a house, you have a car, you have a job, but you are the only one who knows that you have never felt the peace. സമാധാനമില്ലെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പാസ്റ്റർക്ക് അറിയത്തില്ല, ആൻറ്റിക്ക് അറിയത്തില്ല. But Heavenly Father നിങ്ങളോട് ഇന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ ഞാൻ സമാധാനം തരാം. But the thing is like, സമാധാനം എവിടെ വെളിപ്പെടുന്നെന്ന് അറിയാമോ? മാനസാന്തരപ്പെടുന്നെടുത്ത്. I have experienced that. മാനസാന്തരം, നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധി എല്ലാം പോയി കഴിഞ്ഞ് കർത്താവ് തൻ്റെ രക്തത്താ കഴുകുമുണ്ടല്ലോ, ഇതുവരെ അനുഭവിക്കാത്ത സമാധാനം. നിങ്ങൾ എത്ര പേരുടെ ടെസ്റ്റിമണി കേട്ടിട്ടുണ്ടോ? അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എൻ്റെ പാപം ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ, ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സമാധാനം അനുഭവിച്ചെന്ന്. ഇത് സമാധാനം തരുന്നതാ ഈ സുവിശേഷം. ഹല്ലേലൂയ. ഇത് ഡെലിവറൻസ് തരുന്നതാ ഈ സുവിശേഷം. ഹല്ലേലൂയ. പണ്ട് ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ട്രാക്റ്റ് ഒക്കെ കൊടുക്കാൻ പോകുമ്പോഴും കൺവെൻഷൻ ബാനറിലൊക്കെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. പറഞ്ഞവർ ഇതിനകത്ത് കാണും, യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു രാജാവായി, അവനെ എതിരേൽപ്പാൻ
ഇതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല, കാരണം നമ്മൾ പറയാറില്ല. പക്ഷെ എല്ലാ കൺവെൻഷന്റെ അവസാനം ഇത് പറയും, മാസയോഗത്തിന്റെ അവസാനം ഇത് പറയും, പരസ്യോഗത്തിന്റെ അവസാനം ഇത് പറയും. അതുകൊണ്ട് ജനത്തിനറിയായിരുന്നു യേശു ക്രിസ്തു ഇതെല്ലാം ചെയ്യുമെന്ന്. പക്ഷെ നമ്മുടെ അകത്തുള്ളവർക്ക് ഇത് അറിയത്തില്ല. നിന്റെ പാപത്തിൽ നിന്ന് മോചിക്കാൻ ഒരാൾക്കേ പറ്റത്തുള്ളെന്ന്, അത് യേശു ക്രിസ്തുവിനാ. The sin that you are struggling, only you know what sin, which area you are struggling. ഞാൻ തുറന്ന് പറയാം, I know this is a Pentecostal church, but wherever I go preach this, I say that today the repentance has to preach inside the church. മാനസാന്തര സഭയ്ക്കുള്ളിലാണ് പ്രസംഗിക്കേണ്ട, പുറത്തല്ല. ബിക്കോസ് നമ്മുടെ ക്രൈറ്റീരിയ ഉണ്ട് മാനസാന്തരത്തിന്. ഞാൻ രക്ഷിക്കപ്പെട്ടത്, ഞാൻ സ്നാനപ്പെട്ടത്, ഞാൻ പറഞ്ഞില്ലേ, yesterday I said my testimony. ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ. If you come and ask me, Aksa Chechi, I got saved, I got baptized, I got filled with the Holy Spirit, will I go to heaven? I will say no. I will say no. I will say this thing, the truth. If anybody convince you to get baptized in the water, then only you will receive heaven. സ്വർഗത്തിൽ പോണെങ്കിൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ സ്നാനപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായിട്ട് ബന്ധം ഇല്ല. I'll say the next criteria of people, they got baptized because they are scared to go to hell. നിങ്ങൾ ഇന്ന് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ എന്തിനാ പെന്തക്കോസ്തി വന്നത്, ഞാൻ എന്തിനാ ആഭരണം ഊരിയത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാ പള്ളി വിട്ടത്? നരകത്തിൽ പോകുന്നത് പേടിച്ചാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലും പോകത്തില്ല. ബിക്കോസ് പലരും സുവിശേഷം പറഞ്ഞ് പേടിപ്പിച്ച ഇപ്പം സ്നാനപ്പെടുത്തുന്നേ. അയ്യോ ഇന്ന് മരിച്ച സ്വർഗത്തിൽ പോകത്തില്ല, പെട്ടെന്ന് സ്നാനപ്പെട്ടു. ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ബാപ്റ്റിസം ഇൻ ദ വാട്ടർ. പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് പറഞ്ഞത് സഭയെ അറിയിക്കാൻ, ദ യങ് പീപ്പിൾ ഹൂഎവർ ഇസ് ലിസ്ണിംഗ് ടു മീ, യു ആർ നോട്ട്, as you see me standing here holding the mic talking to you, but this is being spoke to you through the power of the Holy Spirit. So Holy Spirit is speaking to you. Do not take your Christian life like a light way. You have to take it very seriously. Who you are in your secret place, that is who you are. ഭാര്യ വീട്ടിലില്ലാത്തപ്പം, ഭർത്താവ് വീട്ടിലില്ലാത്തപ്പം, നിങ്ങളുടെ മുറിക്കുള്ളിൽ, ഫോണിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ കാണിക്കുന്നത്, ആരുമില്ലാത്തപ്പം നിങ്ങൾ എന്താണോ അതാ നിങ്ങൾ. Not what you show in the church, what you do in the workplace. നിങ്ങൾക്കേ അറിയത്തുള്ളൂ നിങ്ങൾ എന്താണെന്ന്. വാട്ട് യു വാച്ച് ഇൻ ദ ഫോൺ. യങ് കിഡ്സ്, യങ് അഡൾട്ട്സ് എല്ലാവരും കേൾക്കണം. നമ്മൾ ഫോണിൽ അനാവശ്യമായി കാണുന്ന ഓരോന്നിനും നമ്മൾ ഓർക്കുന്ന ആരും കാണുന്നില്ലെന്നാ, പക്ഷെ മേളിൽ ഒരാളൊരു സൂപ്പർ പവർ ഐസൈറ്റ് ഉള്ള ഒരാൾ മേളിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഐസൈറ്റിൻ്റെ പ്രത്യേകത അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാ. He can see, he can penetrate through your heart. Hallelujah. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മൺഡേ ടു ഫ്രൈഡേ വീട്ടിനകത്തും ജോലി സ്ഥലത്തും വണ്ടിയിലിരുന്നും ഫോണിൽ കൂടെ സംസാരിച്ച് ഫോണിൽ പലതും കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കർത്താവേ എന്നെ കഴുകണേ, ശുദ്ധീകരിക്കണമേ, ഞാൻ കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കുവാന്ന് പറഞ്ഞ് ഈ അപ്പം തൊടുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ടോണം. ബിക്കോസ് ദൈവം ഹല്ലേലൂയ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഒരിടത്ത് ഞാൻ ഈ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ കമൻ്റ് ഇട്ടേക്കോ, അയ്യോ ചേച്ചി പേടിപ്പിക്കല്ലേ എന്ന്. ഞാൻ ഇവിടെ പേടിപ്പിക്കാൻ വന്നല്ല, സത്യം പറയാൻ വന്ന. നിങ്ങൾ ആരും പേടിച്ചിതെടുക്കാതിരിക്കണ്ട, അതും കൂടെ പറയണമല്ലോ. ഞാൻ പേടിപ്പിച്ചാൽ നിങ്ങൾ ആരും പേടിക്കത്തുമില്ല. ഞാനാരാ നിങ്ങളെ പേടിപ്പിക്കാൻ? ഞാനിവിടുത്തെ മിനിസ്റ്റർ കഴിഞ്ഞ് ഞാൻ വേറെ സ്ഥലത്ത് പോകും. എനിക്ക് ദൈവത്തിന് മാത്രം കണക്ക് കൊടുത്താൽ മതി, നിങ്ങൾ ആർക്കും കണക്ക് തരണ്ട. I am accountable to the one and only God who called me to preach the word. He is my boss. But he told me to tell this. All young generation എന്ന് പറയുമ്പോൾ പ്രായമുള്ളവർ ഇതിനകത്തൊന്നും എക്സ്ക്ലൂഡഡ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ആൻറ്റി പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി പാസ്റ്റർ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. ഞാൻ ഒത്തിരി യൂത്തുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളാണ്. യൂത്ത് എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ചേച്ചി നമ്മുടെ അങ്കിളുമാരും ആൻറ്റിമാരൊക്കെ വന്ന് ഭയങ്കര ഉപദേശമാണ്, ഇവർ വീട്ടിൽ ചർച്ചിലെ വിശ്വാസികളുടെ കുറ്റം എന്ത് ചെയ്യുന്നുണ്ട്, പിള്ളേർ കേട്ടോണ്ടിരിക്കുവാന്ന്. എന്നിട്ട് ആൻറ്റി അങ്കിളെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ചർച്ചിൽ വന്ന് നിങ്ങൾ പാട്ട് പാടുമ്പോണ്ടല്ലോ കൊച്ചവിടെ എന്ന് പറയും എന്തോ ആരാധനയാന്ന്. ഞങ്ങളുടെ ചർച്ചിലൊരു പാസ്റ്റർ വന്നപ്പോൾ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടേ, എനിക്കത് എപ്പോഴും ഞാൻ എല്ലായിടത്തും പറയുന്ന, കേട്ടവർ കാണും. ഒരങ്കിള് ചർച്ചിൽ പ്രബോധിപ്പിക്കാൻ കയറി നിൽക്കുക.
സോ ഹി വാസ് ഗിവിങ് എ ഷോർട്ട് മെസ്സേജ് പറയാൻ കയറി സ്റ്റേജിലോട്ട് നിന്നപ്പം ഭയങ്കര മെസ്സേജാ, ഭയങ്കര ദൂത് പറയുക. അപ്പൊ ഭാര്യ തൊട്ടടുത്തിരുന്ന ആൻറ്റിയോട് പറയാ, ചർച്ച് മേം ദൂത് ഘർ മേം ഭൂത്. ആക്ച്വലി ഇറ്റ് ഈസ് ട്രൂത്ത്, റൈറ്റ്? ചർച്ച് മേം ഭയങ്കര ദൂതാ, പക്ഷെ ഘർമേം ആരാ? എൻ്റെ ഹിന്ദിയൊക്കെ തെറ്റായിരിക്കും കേട്ടോ, അതൊന്നും നോക്കല്ലേ, ഞാൻ ഹിന്ദി അല്ല കേട്ടോ, മലയാളിയാ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളങ്ങനാ, ഭയങ്കര ദൂതും പാട്ടും ഒക്കെ പ്രസംഗമൊക്കെയാ. വീട്ടിലുള്ളവർ പറയണം നമ്മൾ ആരാണെന്ന്, ദൈവം പറയണം ഞാൻ ആരാണെന്ന്. അപ്പം ഞാൻ പറയുക, വ്യവസ്ഥ പ്രകാരം അല്ലാതെ ഇരിക്കരുത്. ഭയപ്പെടുത്തുവാനല്ല ഞാൻ വന്നത്, പക്ഷെ ഈ ഭയത്തിൻ്റെ പ്രസംഗം ഞാനിവിടെ പ്രസംഗിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയുക, ഹലോ യങ് പീപ്പിൾ, ഇഫ് യു ആർ ബീൻ സേവ്ഡ്, ഇഫ് യു ഗെറ്റ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ വാട്ടർ, മേക്ക് ഷുവർ ദാറ്റ് യു റീകൺസൈൽഡ് വിത്ത് ഗാഡ്. ദൈവത്തോട് പറയണം, God, I am a sinner. Still I have some sins. There are hidden sins. മറഞ്ഞു കിടക്കുന്ന ചില പാപമുണ്ട്. ഇതെല്ലാം പുറത്തെടുത്തിട്ട്, God, I knew that I'm sinning against you. ഇന്നാ ദൈവദാസൻ പറഞ്ഞ ദൂത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ദൈവത്തോടാ പാപം ചെയ്യുന്നത്. I don't want to hurt you. ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചേച്ചി നമ്മൾ ഭയപ്പെട്ട് ഇത് അനുസരിക്കണമെന്ന്. ഭയപ്പെട്ടല്ല ചെയ്യേണ്ടത്. ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം, അതും കൂടെ ഞാൻ പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. ദൈവം ഭയപ്പെടുത്തുന്ന രീതി പറയുക, ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാ, നിങ്ങൾ എന്നെ ഭയക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിച്ച്. അങ്ങനല്ല, ദർ ഇസ് എ ഡിഫറൻസ്. ഓക്കെ, ഞാൻ അതും കൂടെ പറയാം. എൻ്റെ പപ്പ എനിക്ക് എൻ്റെ പപ്പായെ ഭയങ്കര പേടിയാണ്, സത്യം പറഞ്ഞ. മനസ്സിലായോ? നാട്ടിലെ അപ്പന്മാരെയൊക്കെ അറിയാമല്ലോ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എന്ത് ചെയ്യും? അടിയെടുത്ത് നല്ല അടി തന്നെ, ചൂരലായിരുന്നു ഞങ്ങൾക്കൊക്കെ. എൻ്റെ പപ്പ പെട്ടെന്ന് ഭയങ്കര സ്ട്രിക്റ്റാണ്. എൻ്റെ പപ്പ 4 പെൺപിള്ളാരും കൂടെ ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റാണ്. പ്രത്യേകിച്ച് പാസ്റ്റർമാരുടെ മക്കളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലാഞ്ഞിട്ടാ. ഞങ്ങളെല്ലാവരും നോക്കും, ഞങ്ങൾ എന്ത് ചെയ്താലും കുറ്റമാണ്. ചർച്ച് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം തരുന്നതിന് മുമ്പ് ആദ്യം അടിയാണ് തരുന്നത്. കാരണം പപ്പായുടെ അടുത്ത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞു, പാസ്റ്ററുടെ മോള് കൈ കൊട്ടിയില്ല, പാസ്റ്ററുടെ മോള് കണ്ണടച്ചില്ല. അപ്പോൾ ഇവരെന്തോ ചെയ്തുകൊണ്ടിരുന്നേ? ഇവർ വരുന്നതേ പാസ്റ്റർമാരുടെ മക്കളുടെ കുറ്റം കണ്ടുപിടിക്കാനാണ്. ഐ എം വൺ ഓഫ് ദോസ് പീപ്പിൾ. ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ള അടിക്കും, പപ്പ വന്ന് അടിക്കും. ഈ അടി കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ പപ്പായെ പേടിച്ചാൽ ഞാൻ കൈയടിച്ചുകൊണ്ടിരുന്നത്. ചർച്ച കൈയടിക്കുന്ന എങ്ങനെ പറയും? പപ്പ നോക്കുന്നുണ്ടോ നോക്കും, അപ്പം ഭയങ്കര കൈയടിയാണ്. അപ്പം ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ പറഞ്ഞില്ലേ 30 വയസ്സ് വരെ ഇതായിരുന്നു, പേടിച്ച് ചെയ്യുന്ന. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, പേടിച്ചിട്ടുള്ള കൈയടി എനിക്ക് വേണ്ട, നിനക്ക് ഞാനുമായിട്ടാണ് ബന്ധം. നീ എന്നെയാ കർത്താവ് ഏറ്റു പറഞ്ഞത്, നീ എന്നെയാ രക്ഷിതാവായിട്ട് സ്വീകരിച്ചത്. ഈ നിങ്ങൾക്കൊരു ടേം അറിയായിരിക്കും, ഐ തിങ്ക് യു ഗൈസ് നോ, യു ഹാവ് ഹേർഡ് അബൌട്ട് എ ടേം കോൾഡ് ലവ് ലാംഗ്വേജ്. മേ ബി ദ യങ് പീപ്പിൾ നോ. വാട്ട് ഈസ് എ ലവ് ലാംഗ്വേജ്? കുറേ പേര് ചിരിച്ചു കാണിക്കുന്നുണ്ട് തന്നെ, അവർക്കറിയാം ലവ് ലാംഗ്വേജ്. പ്രായമുള്ളവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്, നമുക്കെല്ലാം ഉണ്ട് ഒരു ലവ് ലാംഗ്വേജ്. യു നോ വാട്ട് ഈസ് എ ലവ് ലാംഗ്വേജ് വി ഹാവ്? ടച്ച്. യെസ്, സം പീപ്പിൾ ലൈക്ക് ഹഗ്, ദാറ്റ്സ് ദെയർ ലവ് ലാംഗ്വേജ്. അവർക്ക് സ്നേഹം കൂടുമ്പോൾ ഓടി വന്നങ്ങ് കെട്ടിപ്പിടിക്കും. ചിലരുടെ ലവ് ലാംഗ്വേജ് കുക്കിങ്ങാണ്. എന്ന് വെച്ചാൽ എന്നാണെന്നറിയോ, അവർക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ നല്ല ഫുഡ് വെച്ച് അച്ചായന് കൊടുക്കും. അച്ചായൻ്റെ ലവ് ലാംഗ്വേജ് കുക്കിംഗ് അല്ല, ഫുഡാണെന്ന് അവർക്കറിയാം. അച്ചായനെ എന്തെങ്കിലും കാര്യം സാധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അച്ചായന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചത്. അപ്പോഴേ അച്ചായൻ വരുമ്പോൾ പറയും, ഇന്നെന്നാ പറ്റി പതിവില്ലാതെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്താ വേണ്ടെന്ന് ചോദിക്കും. ഓക്കെ, വൈഫിൻ്റെ ലവ് ലാംഗ്വേജ് ചിലപ്പോൾ ഗിഫ്റ്റ് ആയിരിക്കും. ഒരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നാൽ എന്ത് ചെയ്യും? വൈഫ് ഇസ് സോ ഹാപ്പി, ഷീ ഈസ് റെഡി ടു ഒബേ യു. അപ്പം വൈഫിനെ കൊണ്ട് ഒബേ ചെയ്യിപ്പിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താൽ മതി. എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടല്ലോ, പലർക്ക് പലതാ. ചിലർക്ക് ഹഗ്ഗ, ചിലർക്ക് ടച്ചാ. ദർ ഇസ് ലോട്ട് ഓഫ് ഡിഫറെന്റ് വേ. യു നോ വാട്ട് ഈസ് ദ ലവ് ലാംഗ്വേജ് ഓഫ് ഗാഡ്? ഇഫ് യു സേ ഐ ലവ് യു, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ചുമ്മാതൊന്നും ആ പാട്ട് പാടരുത്, സ്നേഹിക്കുന്നു എന്ന് കേട്ടോ. ഇഫ് യു റിയലി മീൻ ഇറ്റ്, സിംഗ്. ഇഫ് യു ലവ് ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, ഓൾ യുവർ സ്ട്രെങ്ത്, ഓൾ യുവർ സോൾ, പാടണം. എനിക്ക് സ്നേഹിക്കാൻ ആഗ്രഹം ഉണ്ടെന്നാണ് ഞാൻ പാടുന്നത്. യുനോ, അപ്പൊ സ്നേഹമുണ്ട്. സോ ഹൗ ഡു യു ഷോ ദ ലവ് ടുവേർഡ്സ് ലോർഡ്? ദൈവത്തിന്റെ ലവ് ലാംഗ്വേജ് എന്താ? വെരി ഗുഡ്. ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെന്റ്സ്. ദാറ്റ് ഈസ് ലവ് ലാംഗ്വേജ്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവ് പറഞ്ഞത് അതുപോലെ അനുസരിച്ചിട്ട് എന്നിട്ട് പറയണം, അപ്പാ ഞാൻ അനുസരിച്ച് കേട്ടോ, എനിക്ക് ഇനി ഒരു കാര്യം സാധിപ്പിച്ചു തരുമോ? നമ്മുടെ അപ്പനാ. യു നോ, ഓൾ ദി യങ് കിഡ്സ്, if you want to impress God, obey his commandments. It's so simple. If you love, you will obey the commandments.
ഇവിടെ കല്യാണം കഴിച്ച യങ് കപ്പിൾസൊക്കെ, അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആദ്യ നാളുകളിൽ എല്ലാ കപ്പിൾസും ഒന്ന് ഓർത്താൽ മതി. ബിഗിനിങ് ഓഫ് യുവർ വെഡിങ്, അച്ചാച്ചൻ ചേച്ചിക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും, ചേച്ചി അച്ചാച്ചന് വേണ്ടിയും എന്തും ചെയ്തു കൊടുക്കും. ചേച്ചിയുടെ ഇഷ്ടങ്ങളൊക്കെ മാറാൻ തുടങ്ങിയായിരുന്നു. വീട്ടിൽ വെച്ച് പിടിവാശിയുള്ള മോള് കല്യാണം കഴിച്ചപ്പോൾ ഒത്തിരി മാറി. മനസ്സിലായോ? അച്ചായന് ഇഷ്ടമുള്ള രീതിയിലെല്ലാം വെക്കാൻ തുടങ്ങുന്നത് അല്ലേ? കുക്കിങ്ങും എല്ലാം അച്ചായൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടമൊക്കെ മാറി. വാട്ട് മെയ്ഡ് യു ടു ചേഞ്ച് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ അച്ചാച്ചനെ ഞാൻ സ്നേഹിക്കുന്നു. ബിക്കോസ് ഐ ലവ് ഹിം, ഐ വാണ്ട് ടു ചേഞ്ച്. ദിസ് ഇസ് ദ ട്രൂത്ത്. വൈ യു വാണ്ട് ടു ഗോ ടു ഹെവൻ? യു നോ വാട്ട്? എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചൊരു ചോദ്യമാണ്. എൻ്റെ ബൈബിൾ സ്റ്റഡി സ്റ്റുഡൻറ്റിൽ ഒരു കൊച്ചെന്നോട് വന്നു ചോദിച്ചു, അക്സ ആൻറ്റി, ഐ ഹാവ് എ ഡൗട്ട്. Why you want to go to heaven? ഞാൻ പറഞ്ഞു, I don't have an answer. I will let you know later. Because നോണ പറയാൻ പാടില്ലല്ലോ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ശരിയാണല്ലോ കർത്താവ്, why I have to go to heaven? The truth was, I don't want to get to hell. അതാണ് അതിൻ്റെ സത്യം. ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് സത്യം മനസ്സിലാക്കിയത്. നരകത്തിൽ എന്തൊക്കെയുണ്ടെന്നറിയാമോ? തീയും പുഴുവൊക്കെ ഉള്ളതുകൊണ്ട് അത് പേടിച്ച അപ്പം ഞാൻ ഓർത്തു ദാറ്റ് ഇസ് ദ ട്രൂത്ത്. അപ്പം ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു, മോളെ ഐ വാണ്ട് ടു സീ യു. ഞങ്ങൾ ഒരുമിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ സത്യം പറയാം, എനിക്ക് നരകം പേടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തേ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ തിരിച്ചു വന്ന് ഈ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം വന്നു, ഭയങ്കര സങ്കടം. ഞാൻ റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ട് ചോദിച്ചു, ഗാഡ്, ഈസ് ദാറ്റ് ദ ട്രൂത്ത്? അപ്പോൾ കർത്താവ് എനിക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നു. വൈ യു ആർ ഇൻ ദ USA എന്ന് ചോദിച്ചാൽ, you know why? You all heard, right? I'm from USA, from Florida. If you ask me, what made you to go to Florida? In the what answer all? Because my husband lives there. It's not because I love USA. It was not part of my, dreams not to be in USA. I don't want to be in the USA. ഞാൻ എന്തിനാ അമേരിക്കയിൽ ചെന്നെന്ന് ചോദിച്ചാൽ, because my husband was there, he belonged there, that's what I am in USA. ഒറ്റ ഉത്തരം, നമ്മൾ എന്തിനാ സ്വർഗത്തിൽ പോകുന്നത്? ബിക്കോസ് എൻ്റെ യേശു അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ പോകുന്നത്. ആരും ഹല്ലേലൂയ പറഞ്ഞില്ല. യേശു എവിടെയുണ്ടോ അത് സ്വർഗമാണ്. ഇഫ് ജീസസ് ഈസ് ഇൻ യുവർ ഹൗസ്, യു വിൽ സേ മൈ ഹൗസ് ഇസ് എ ഹെവൻ. വീട്ടിൽ യേശു ഇല്ലെങ്കിലാണ് നമ്മൾ പറയുന്നത്, എൻ്റെ വീട്ടിലോട്ട് എനിക്ക് പോകണ്ട, അതൊരു നരകമാണ്. അപ്പൊ നിങ്ങൾ ഓർത്തോണം, ഇഫ് യു ഹാവ് പീസ് ഓഫ് മൈൻഡ്, സേ മൈ ഹാർട്ട് ഇസ് എ ഹെവൻ. എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. ദാറ്റ്സ് വൈ ഐ ഹാവ് പീസ് ഓഫ് മൈൻഡ്. ഇഫ് യു ഡോണ്ട് ഹാവ് പീസ് ഓഫ് മൈൻഡ്, ഒന്ന് ഡോറ് തുറന്ന് ചെക്ക് ചെയ്യണം, യേശു അവിടെ ഉണ്ടോ എന്ന്. ഓക്കെ, ആൻഡ് ഐ ആം ഗോയിങ് ടു ദ മെയിൻ പാർട്ട് ഓഫ് ദ മെസ്സേജ്. ഇത് പറയാതെ അതിലോട്ട് കയറാൻ പറ്റത്തില്ല. അവർ അക്കരെ എത്തി. ടൈമില്ല, ഞാൻ പെട്ടെന്ന് പോവാ. അവർ അക്കരെ എത്തി. ആരാ? ഡിസൈപ്പിൾസ്. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറയണം, യു ഓൾ ഹാവ് ടു കം വിത്ത് മീ വിത്ത് ദ ഡിസൈപ്പിൾസ്. ഓക്കെ, നമുക്കൊക്കെ യേശുവിന്റെ ഡിസൈപ്പിൾസിന് ഇഷ്ടം. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ഡിസൈപ്പിൾ എമംഗ് 12? ഓ, എന്തൊരു ഐക്യതയോ. വൈ യു ലൈക്ക് പീറ്റർ? നിങ്ങളൊക്കെ ഒന്ന് ഉറക്കെ പറ. എക്സാക്ട്ലി, താങ്ക് യു സോ മച്ച്, മേ ഗോഡ് ബ്ലസ് യു. സോ ഹോണസ്റ്റ്. ഐ സേ ഐ എം പീറ്റർ. എടുത്തിയാട്ടോ. ഇപ്പം ഞാനിവിടെ ഓട്ടോക്കോൾ പറയാം, ആർക്കൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. മെസ്സേജ് കഴിയുമ്പോൾ ഞാൻ റെഡിയാ. മനസ്സിലായോ? പക്ഷെ ചെയ്യുവോ? ചെയ്യത്തില്ല. പക്ഷെ എല്ലാത്തിനും എവർ റെഡിയാ പീറ്റർ. ഐ ലവ് പീറ്റർ സോ മച്ച്. ഞാൻ സ്വർഗത്തിൽ പോകുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നതിലും അടുത്തിരുന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികൾ, ഒന്ന് പോളും ഒന്ന് പീറ്ററും. മനസ്സിലായോ? സോ പീറ്റർ, all the disciples were there. ഇതിന്റെ കോൺടെക്സ്റ്റ് ഞാൻ പെട്ടെന്ന് പറയാം, നിങ്ങൾ ബൈബിൾ ഒന്ന് തുറക്കണ്ടേ. ഇപ്പം ഇറ്റ്സ് ഓൾ അബൌട്ട് 5 അപ്പം കൊണ്ട് 5000 പേര് ഭക്ഷണമൊക്കെ കഴിച്ചു. They were so happy because they got enough bread and fish. നമുക്കും അങ്ങനെ ബ്രെഡും ഫിഷും ഒക്കെ കിട്ടിയ God is so good. പാട്, God is so good. Oh, God is so good. He's so good to me. Why? Because he gave me bread. Because he gave me job. Because he gave me kids and a wife or a husband. He's so good. Next question. Job പോയി. What is the next song? ഇന്ദീനെന്ന് അല്ലെങ്കിൽ പരീക്ഷ എൻ്റെ ദൈവം എരിതിയിൽ വീണാലും. പക്ഷെ കൈ ഉയർത്തത്തില്ല. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ, ഗോഡ്, ഐ നോ യു സെഡ് യു ആർ ഗുഡ്, ബട്ട് യു ആർ നോട്ട് ദാറ്റ് ഗുഡ്.
because you told me you will give me good scores in the exams, but I didn't get the marks that I expect. നമ്മുടെയൊക്കെ മനസ്സ് കർത്താവിന് അറിയാം. ശിഷ്യന്മാർ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ അവർക്കൊന്ന് വീട്ടിൽ പോയി ഒന്ന് വിശ്രമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ, ആ ചാപ്റ്ററിനകത്ത് എഴുതിയിട്ടുണ്ട്. വയറ് നിറച്ച് അപ്പവും കിട്ടി, ഫിഷും കിട്ടി. പിന്നെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പാടത്തില്ലേ, അമർത്തി കുലുക്കി തരുന്ന നല്ലൊരളവ് എവിടെയുണ്ട്? കൊട്ടയിലും ഉണ്ട്. എന്തെടുക്കാം? കൊട്ട 12 കൊട്ട നിറച്ചെടുത്ത് എവിടെ കൊണ്ടുപോകാം? വീട്ടിൽ കൊണ്ടുപോകാം. ഓ, ഇങ്ങനെയല്ലേ നമ്മൾ UK വന്നു കഴിഞ്ഞപ്പം. വന്നപ്പോൾ 10 പൗണ്ടൊക്കെ ആയിട്ട് വന്നവരായിരിക്കും. ഇപ്പൊ ദൈവം അമർത്തി കുലുക്കി ബാങ്കിലും അല്ലാതെ നാട്ടിലും ഒക്കെ തന്നു. ഓക്കെ, സോ ഇതെല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ വിചാരം നമ്മൾ ദൈവമായിട്ട് നല്ല ടേംസിലാന്നാ. പക്ഷെ കർത്താവിന് ഹൃദയം അറിയാം. God knows your heart. Do you really love him? Many of them love God because he gives you bread. Many of you love God because he gave you a good job. But once God touched those blessings, ഇങ്ങനെ ദൈവം ഒത്തിരി പേരെ പരീക്ഷിച്ചിട്ടുണ്ട്. ദൈവം നന്മ കൊടുത്തിട്ട് ആ നന്മയൊന്ന് തൊടുമ്പോൾ അറിയാം ആരാധനയുണ്ടോയെന്ന്, തൊടുമ്പോൾ അറിയാം പ്രാർത്ഥനയുണ്ടോയെന്ന്, തൊടുമ്പോൾ അറിയാം ഡു യു സ്റ്റിൽ സിംഗ് ദിസ് സോങ്, ഗോഡ് ഈസ് സോ ഗുഡ്. ഓക്കെ, സോ Jesus knew what was in their hearts. You know what he did? അവിടെ ഒരു വാക്കുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു വാക്കാണ്. ഉടനെ യേശു, അതിൻ്റെ 22 മാത്യു ചാപ്റ്റർ 14 വേർഡ്സ് 22. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി പോകുവാൻ അവരെ ഉറക്കെ പറഞ്ഞ വാക്ക് നിർബന്ധിച്ചു. എന്തോ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ? വാട്ട് ഡു യു മീൻ ബൈ കൺസ്ട്രെയിൻഡ്? ആരെയാ നമുക്ക് നിർബന്ധിക്കേണ്ടി വരുന്നേ? ഇന്ന് രാവിലെ ചർച്ചിൽ പോകാൻ നിർബന്ധിച്ചവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അങ്ങനെ ചിലർ ചർച്ചിൽ വരണമെങ്കിൽ ഭാര്യ ഒന്ന് നിർബന്ധിക്കണേ. എൻ്റെ അച്ഛ ഒന്ന് എഴുന്നേക്ക്, എൻ്റെ അച്ഛ ഒന്ന് ആരാധനയ്ക്ക് പോകണ്ടേ. ജോലി കിട്ടുന്നതിന് മുമ്പ് ആരാധനയ്ക്ക് വരുമായിരുന്നു. ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങോട്ട് കട്ടിലേന്ന് പൊങ്ങാൻ. അച്ഛ ഒന്ന് എഴുന്നേര്, അല്ലെങ്കിൽ ഭാര്യയായിരിക്കും, തിരിച്ചായിരിക്കും, അതും പറയാൻ പറ്റത്തില്ല അല്ലേ. ഞങ്ങൾ ഭാര്യമാർ വലിയ ഇതാണെന്നല്ല കേട്ടോ. ചിലപ്പോൾ ഭാര്യയും ഉത്സാഹിപ്പിക്കേണ്ടി വരും പ്രാർത്ഥനയ്ക്ക് പോകാൻ. പിള്ളേരെ ഒരുക്കണം, നിർബന്ധമാണ്. ഒന്ന് എഴുന്നേറ്റു, ഒന്ന് പോയി പല്ല് തേച്ചു. നിർബന്ധിക്കണം, പാസ്റ്റർ നിർബന്ധിക്കണം കൂട്ടായ്മയ്ക്ക് വരാൻ, എല്ലാത്തിനും നിർബന്ധിക്കണം. ഈ നിർബന്ധം യേശു നിർബന്ധിപ്പിക്കുന്ന ആളാന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഈ ദേവദാസന്മാരെന്തിനെ കൈ ഉയർത്ത് സ്തോത്രം പറയും, നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവിനും തൻ്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഫോഴ്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്തിനാ നിർബന്ധിച്ചെന്നറിയാം? മക്കളെ നിങ്ങളൊന്ന് അക്കരയ്ക്ക് പോ. എനിക്ക് പോകണ്ട, എനിക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മതി, അപ്പം ഒക്കെ കൊണ്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ കോണ്ടസ്റ്റ് ഞാൻ പറയാം. You were so happy in India, or you were so happy with the job back in India. You were, very happy with your studies in India, or all those things. But sometimes, അല്ലെ വേറെ രാജ്യത്ത് പോകാനായിരുന്നു നിങ്ങളുടെ ഇഷ്ടം. ചിലപ്പം US ആയിക്കോട്ടെ, to be settled. But God was forcing you to go to UK. That was not in your plan. UK-ലോട്ട് പോകാൻ അങ്ങ് നിർബന്ധം വരിക, നിർബന്ധിച്ചു. അപ്പോൾ തന്നെ ഒരു ദേവാസാമൻ ദൂതും പറഞ്ഞു, എവിടെ പോകണം? UK പോകണമെന്ന്. നിർബന്ധം കാരണം ഇഷ്ടമല്ല. എന്നാലും ഇത് ആരോടുള്ള ദൂതാന്ന് എനിക്കറിയത്തില്ല. ഐ എം ടെല്ലിങ് യു ദിസ്. ദൂത് കയറി വരുന്നതുകൊണ്ട് ഞാൻ അതുപോലെ പറയുക, നിർബന്ധിച്ച് UK വന്ന ചിലതിനകത്തിരിപ്പുണ്ട്. ഇറ്റ് വാസ് നോട്ട് ഇൻ യുവർ പ്ലാൻ. പക്ഷെ UK വന്ന് കാല് കുത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ പ്രശ്നം ഗുരുതരമാണ്. ഇവര് നിർബന്ധിച്ച് പടകി കയറിയിരിക്കുക. ദേ സ്റ്റാർട്ടഡ് ദെയർ ജേർണി. യു നോ വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ഫ്യൂ മൈൽസ്? എന്തോ പറഞ്ഞു, യു നോ ദ സ്റ്റോറി. എന്തോ പറ്റിയേ? കാറ്റും കോളും പടകി വന്ന് ആഞ്ഞടിക്കാൻ തുടങ്ങി. കാറ്റും കോളും പടകി വന്ന് ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനുണ്ടല്ലോ, എവ്രി വൺ വാസ് സ്ക്രീമിങ് ആൻഡ് ക്രൈങ്. ബട്ട് മൈ ക്വസ്റ്റൻ ഇസ്, ഇവർ ഫിഷർമാൻസ് അല്ലേ? ദേ നോ ദ സീ വെൽ. അവർക്ക് കടൽ നന്നായിട്ട് അറിയാം. ദേ നോ ഹൗ ടു സോൾവ് ദിസ് ഇഷ്യൂ. It is not an unfamiliar situation for them. They have faced this challenges many times in their life. ചില സിറ്റുവേഷൻ വരുമ്പം ചിലവർ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഈസി ആയിട്ട് ഇതിനെ, ഞാൻ ആരായിരുന്ന നിന്റെ വിചാരം. ചില അച്ചച്ചന്മാരൊക്കെ ചേച്ചിമാരോട് ഭയങ്കര ഈ ബ്രേവറി സ്റ്റോറീസ് ഒക്കെ പറഞ്ഞിട്ടോ. നമ്മുടെ ഹസ്ബൻഡുമാർ നമുക്ക് ഭയങ്കര ഹീറോ ആയോട്ടോ. എനിക്കും അങ്ങനെ തന്നെ. ചില ഭാര്യമാരോട് സംസാരിക്കും, പറയും എൻ്റെ അച്ചാച്ചനായിരുന്നു ഈ സിറ്റുവേഷനെങ്കിൽ പുള്ളി ഈസി ആയിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്തേനെ. നാട്ടിലൊക്കെ എത്ര പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള മനുഷ്യനാണെന്നറിയാവോ? ശരിയാ. പക്ഷെ there will be a point where God will bring you that you cannot do anything. മനസ്സിലായോ? So what happened is like
പത്രോസിന് ശിഷ്യന്മാർക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഈ കടൽ നന്നായിട്ട് അറിയാം, ഞങ്ങൾക്ക് ഈ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാം, ബാങ്കിൽ പൈസയുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സാലറി ഉണ്ട്, വി നോ ഹൗ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. അപ്പൊ കർത്താവ് പ്രാർത്ഥിക്കാൻ പോയെന്ന് ഇവരെ പറഞ്ഞു വിട്ടിട്ട്. ഹി വെന്റ് ടു പ്രേ. കർത്താവ് പ്രാർത്ഥിച്ചിട്ട് പ്രശ്നം കൂടിയപ്പോൾ, when the trouble was getting very hard, Jesus walked towards them. അവർ വിളിച്ചിട്ടല്ല. ചില സമയങ്ങളിൽ നമ്മൾ വിളിക്കുന്നതിന് മുമ്പ് നിന്റെ പ്രശ്നത്തിന്റെ അടുത്ത് കർത്താവ് നിൽക്കുക. നമ്മുടെ പലപ്പോഴും വിചാരം നമ്മൾ വിളിച്ചിട്ടാ കർത്താവ് വരുന്ന. അല്ല. The moment the problem starts, he already started his journey from where he belongs. He was standing beside them saying, മോളെ മോനെ, I know what you're struggling, I am here. പടകിനകത്ത് കയറിയില്ല, വെയിറ്റ് ചെയ്യുക, പ്രശ്നത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. He was standing on the top of the problem. നിങ്ങളുടെ വിഷയത്തിന്റെ മുകളിൽ കർത്താവ് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കെല്ലാം ഇഷ്ടമുള്ള പീറ്റർ നോക്കിയപ്പം ഇതാരാ? ഞാൻ ചോദിക്കുന്നേ, നമ്മളെക്കാ ഭാഗ്യമില്ല ഈ ശിഷ്യന്മാർക്ക്. They have seen Jesus. ഇപ്പൊ എനിക്ക് ഷീനാൻറ്റിയെ കണ്ടാ അറിയാം. I was with her last 3 days. ഈവൻ റെയിൻ ഉണ്ടെങ്കിലും ഷീനാൻറ്റി ഇപ്പോൾ അവിടെ വന്നാൽ ഞാൻ പറയും, ഓ അത് ഷീനാൻറ്റിയാ. നടപ്പ് കൊണ്ട് പറയും, അല്ലെങ്കിൽ എനിക്കറിയാം അത് ഷീനാൻറ്റിയാന്ന്. ബിക്കോസ് എനിക്ക് ഷീനാൻറ്റി ഇപ്പൊ കണ്ട് പരിചയമുണ്ട്. കുറച്ച് മണിക്കൂർ മുമ്പ് യേശുവിന്റെ കൂടെ ഇരുന്ന് യേശു അപ്പം കൊടുത്ത് കഴിച്ചവരാ. യേശു നടന്നു വരുന്ന കണ്ടപ്പം പേര് മാറിപ്പോയി. വിളിച്ച എന്നറിയോ? ഭൂതോന്ന്. നമ്മളും ഇങ്ങനെ പ്രശ്നം വരുന്നതിന് മുമ്പ് അപ്പം തരുമ്പോ കർത്താവേ യേശുവേ സ്തോത്രം, എൻ്റെ ഡാഡി, എൻ്റെ പ്രിയനെ, എൻ്റെ ചങ്കാണേ, എൻ്റെ കരളാണേ, പറ. നിങ്ങളൊക്കെ വിളിക്കുന്ന പേര് പറ. പാട്ടൊക്കെ പാടുമല്ലേ നമ്മള്? എൻ്റെ ചങ്കാണേ. ശരിക്കും ചങ്കാണെന്ന് അറിയാം. ഇപ്പം ഒരു പ്രശ്നം വരട്ടെ. പ്രശ്നം വന്നപ്പോ പത്രോസ് പറയുവാ, താണ്ട് വരുന്നു ഭൂതോന്ന്. എൻ്റെ പാസ്റ്ററെ, നമ്മുടെ മുഖത്ത് നോക്കി ഭൂതോന്ന് വിളിച്ചാൽ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. താണ്ട് വരുന്നു ഭൂതോന്ന്. ഇങ്ങനെയാ പ്രശ്നം വരും. when a problem hits you, what is in your heart, it comes out. Doubts come out. ഒരാൾക്ക് വിശ്വാസം ഉണ്ടോന്ന് അറിയണം എങ്ങനെയാണെന്നറിയാമോ? if you want to know whether they are strong in faith, when there is a problem, go and talk with them. അകത്ത് പിടിച്ചു വെക്കാൻ പറ്റില്ല. it automatically comes out. പ്രശ്നം വന്നപ്പോ പത്രോസ് പറയാ, ശിഷ്യന്മാര് പറയാ, ആണ്ട വരുന്നു ഭൂതോന്ന്. അപ്പൊ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയാ? എന്തോ പറഞ്ഞേ? വായിക്കണ്ടേ? ഉറക്കെ പറ. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു. He was giving a confirmation. Don't worry in this situation. Here I am. പത്രോസേ, യോഹന്നാനെ, യാക്കോബേ, ശിഷ്യന്മാരെ, അപ്പം തരാൻ മാത്രമല്ല എനിക്കറിയാവുന്നത്. ഹല്ലേലൂയ. നിന്നെ നിർബന്ധിച്ച് ഈ സിറ്റുവേഷനിൽ ഹല്ലേലൂയ നിന്റെ ഈ ജേർണി ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ, ഐ നോ ദിസ് ജേർണി ഈസ് ഹാർഡ് ഫോർ യു. ഈ ജേർണി ആസ് എ പേരന്റ് ഇറ്റ് ഈസ് ഹാർഡ്, ആസ് എ വൈഫ് ഇറ്റ് ഈസ് ഹാർഡ്, ആസ് എ നേഴ്സ് ഇറ്റ് ഈസ് ഹാർഡ്. ബട്ട് ജീസസ് ഈസ് ടെല്ലിംഗ്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു. Who is the one who is saying this? You know what? ശിഷ്യന്മാര് പടകിന്റെ ഉള്ളിലാ, പക്ഷെ യേശു പ്രശ്നത്തിന്റെ മുകളിലാ. യേശു പറയാം, മക്കളെ, നിങ്ങൾ പ്രശ്നമേ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് കടലി നല്ല പരിചയമാ നിങ്ങൾക്ക്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് കടല് പരിചയമായതുകൊണ്ട് ഞാൻ നടന്നു വരുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് ഭൂതമാണെന്ന് തോന്നിയത്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങളുടെ കാഴ്ചപ്പാടിന്, the way you see the problem, the way you see me, there is a problem between that. You know why? Because you haven't experienced who am I. യേശു പറയുക, ഞാൻ നിൽക്കുന്നത് എവിടാന്ന് നീ കണ്ടോ? ഈ കാറ്റിനെയും കടലിനെയും ഒരു വാക്ക് കൊണ്ട് ഉളവാക്കിയവനാ ഞാൻ. I am the one who created all this, and I am standing on top of your problem because I have the authority. Hallelujah. Hallelujah. How many of you can say that? The problem that I'm facing right now, the challenges that I'm facing right now, I know, my God, you are in control because you have the authority over my problems. ഓടനെ നമ്മുടെ പത്രോസ്, ഞാൻ ഈ
ഇപ്പൊ പത്രോസ് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇനിയും പറയാൻ പോകുന്ന ദൂതിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേരെവിടെ പറയണം. പത്രോസ് അല്ല, ഞാൻ. കർത്താവേ, ഞാൻ ഈ പ്രശ്നത്തിൽ കൂടെ നടക്കട്ടെ. കർത്താവ് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ധൈര്യം. ഇപ്പൊ ദൂത് കേൾക്കുമ്പോൾ ഭയങ്കര ധൈര്യം. ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തെ കാര്യം പറഞ്ഞേ. ഇപ്പൊ ദൂത് കേൾക്കുമ്പോൾ ഐ റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്നോടുള്ള ദൂതായിരുന്നു. സിസ്റ്റർ, ഞാൻ എന്നാ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പോവാ? വെക്കാൻ പോവാ. യെസ്, കം, എടുത്തു വെച്ചു. സിസ്റ്ററെ, ഇന്നലെ വരെയുള്ള ഒരാളല്ല ഞാൻ മാനസാന്തരപ്പെടുക. ദുഷ്ടതയും ചതിയും ഒക്കെ മാറ്റാൻ പോവാ. നാളെ തൊട്ട്, അല്ല ഇന്ന് തൊട്ട്, ഇന്ന് ഉച്ചയ്ക്ക് തൊട്ട്, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ഞാൻ മാനസാന്തരപ്പെടുക. സിസ്റ്ററെ, വെരി ഗുഡ്. ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ടേക്ക് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. ബിക്കോസ് കർത്താവ് പറഞ്ഞ് ഇറങ്ങാൻ. കർത്താവ് പറയുക, ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്താൽ എടുക്കുക. സോ യു ടുക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തു. ആദ്യത്തെ 2-3 സ്റ്റെപ്പ് വെച്ചപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. 2-3 ദിവസമൊക്കെ നല്ല പ്രാർത്ഥനയായിരുന്നു. കാരണം ദൂത് കേട്ടതല്ലേ ഉള്ളൂ. ഞാൻ ഇനി നാളെ തൊട്ട് പ്രാർത്ഥിക്കും. 5 മണിക്ക് പ്രാർത്ഥിക്കും, 6:30 പ്രാർത്ഥിക്കും, 7 മണിക്ക് പ്രാർത്ഥിക്കും, എല്ലാം പ്രാർത്ഥിക്കും. സോ ആദ്യത്തെ 3 ദിവസമൊക്കെ പ്രാർത്ഥന മുന്നോട്ട് പോയി. അപ്പോഴാണ് ഒരു പ്രശ്നം. കുഴപ്പമില്ലല്ലോ, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്ന് പതുക്കെ നമ്മൾ പിന്നെയും പ്രശ്നങ്ങളിലേക്കോട്ടൊക്കെ നോക്കാൻ. അപ്പോഴായിരിക്കും ഒരു ഡോക്ടറിൻ്റെ അടുത്ത ഒരു സർട്ടിഫിക്കറ്റ് വരുന്നത്, അല്ലെ ജോലിയിൽ ഒരു സ്ട്രെസ് വരുന്നത്. അപ്പം നമ്മൾ ചഞ്ചലിക്കാൻ തുടങ്ങും. കർത്താവേ, ഞാൻ ഇത്രയും സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടാണ് അടുത്ത പ്രശ്നം എൻ്റെ നേരെ. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, പത്രോസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 1 ഡിഗ്രിയും കൂടെ കർത്താവ് ചിലപ്പം കടലിനെ ഇങ്ങനെ സിഗ്നൽ കാണിച്ചാണ്, മോനെ ഒന്നും കൂടെ ഒന്ന് ഇളകി വരും കേട്ടോ. എന്തിനാണെന്നറിയാം? ഐ എം ഗോയിങ് ടു ടെൽ യു ദിസ് വൈ. നിങ്ങൾക്ക് ഇപ്പം ഞാനിത് പ്രസന്റ് ചെയ്യുമ്പോൾ യു തിങ്ക് our God is so cruel God. No, He is a loving God. I'll tell you why. അതാണ് എൻ്റെ key of this message. പത്രോസ് കാറ്റും കോളും കണ്ടിട്ടും എന്ത് പറ്റിയെന്നറിയോ? മുങ്ങാൻ തുടങ്ങിയപ്പോൾ ദാണ്ട് വരുന്നു അടുത്ത കുറവ് പുറത്തു വരും. എന്താണെന്നറിയോ? അവിടെ വായിച്ചൊരു വാക്യമുണ്ട്. എന്താണെന്നറിയോ? എന്നാൽ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ, അടുത്ത വാക്യം നിങ്ങളെല്ലാം ഒന്ന് പറയാവോ? കർത്താവേ, ആ വാക്കല്ല, അതിനു മുമ്പ് ഒരു വാക്യമുണ്ട്. കർത്താവേ, നീ ആകുന്നുവെങ്കിൽ. കണ്ടായിരുന്നോ? കർത്താവേ, വാക്യം കണ്ടോ? എവിടാന്ന്? അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോ വിളിച്ച പേരെന്താന്ന് കേട്ടോ? എന്തുവാ? സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് ഭൂതം. ധൈര്യപ്പെടുവി, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞപ്പോ പറയുവാ, കർത്താവേ നീ, ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തേ. കർത്താവേ നീ ആകുന്നുവെങ്കിൽ. കർത്താവേ നീ ആകുന്നുവെങ്കിൽ. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് തന്ന ദൂത് കിടക്കുന്നത്. കർത്താവേ നീ ആകുന്നുവെങ്കിൽ. There is a big problem hiding here. എന്നാന്നറിയോ? How many of you know the meaning of the word the Lord or കർത്താവേ? Author of our life, the one who has authority and power. Lord എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാ? The one who has authority and power over my life. How many of you remember the day when you said this over your life? മറന്നുപോയവരെ ഒന്ന് ഓർപ്പിക്കാം. രക്ഷിക്കപ്പെട്ട ദിവസം എത്ര പേര് ഓർക്കുന്നുണ്ട്? The day when you got saved, the day when you gave your life to Jesus. Romans chapter 10 verse 9 it says, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഈ 2 കാര്യം പറഞ്ഞാലേ രക്ഷ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ചുമ്മാ ആരും പറയരുത് യേശു എൻ്റെ കർത്താവാ, ഓക്കെ ഇന്നോട്ട് രക്ഷിക്കപ്പെട്ടെന്ന്. നോ, ദാറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്. യേശു എൻ്റെ കർത്താവുമാ, എന്നിട്ട് അടുത്ത പറയുക, യേശുവിനെ ദൈവം മരിച്ചവരെ ഉയർപ്പിച്ചതുകൊണ്ട് എൻ്റെ രക്ഷിതാവും കൂടെ ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത്, God, still this day I was the Lord of my life. ഞാനായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. I had authority over my education. I had authority over my decisions of my life. എല്ലാത്തിനും ഡിസിഷൻ ആരാ എടുക്കുന്നത്? ഞാനാ. But from today ഞാൻ എൻ്റെ
ലോർഡ്ഷിപ്പ് മാറ്റുക. അതായത് സെൽഫ് ഡിനയൽ. ഞാൻ ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യുക? ഇപ്പൊ ഒരു പൊസിഷൻ ഒഴിയുന്നത് പോലെ അല്ലേ? ഇപ്പൊ നിങ്ങളുടെ ലിഡിയായിക്കൊക്കെ ഒരു മെയിൻ ഒരാൾ കാണുമല്ലോ. അപ്പൊ അടുത്ത ഇവിടെ എനിക്കറിയത്തില്ല, എവറി ഇയർ ദെയർ മേ ബി ചേഞ്ചസ്. ആ പൊസിഷൻ ഒഴിയുമ്പോൾ ഇതുവരെ ഞാനായിരുന്നു കോർഡിനേറ്റർ എന്ന് വിചാരിക്കുക. അപ്പം അന്ന് ഞാൻ പറയുക, ഞാൻ ഈ പൊസിഷൻ ഒഴിയുക. ഫ്രം ടുഡേ സ്റ്റിൽ ദിസ് മൊമെന്റ് ഐ വാസ് ദ വൺ ഹു വാസ് ടേക്കിംഗ് ഡിസിഷൻ ഓഫ് ദിസ് കോൺഫറൻസ്. ബട്ട് ഫ്രം നൗ I am stepping back, somebody is stepping in. That person is the authority, or she has the power of this conference, right? She decides. Same way, the day when you get saved, the day when you surrendered your life to Jesus, you know that you are saying, Lord, that means the one who has authority and power on my life, I'm letting you know that God, from this moment I am stepping back. I'm going to deny myself because I knew the decisions I make will not be the best plans. You are my creator. You know my future. So I'm going to step back, you take over. So the moment when you said that, next you say, you died for my sin. I believe, come into my heart. Jesus came. But you forgot one thing. You already gave the lordship to Jesus that moment. You already gave the lordship. He is not a guest in your house. He is not a guest in your life. ഗസ്റ്റും ലോഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഗസ്റ്റിൻ്റെ പ്രത്യേകത എന്നറിയോ? ഇപ്പം ഞാനൊരു വീട്ടിൽ ഗസ്റ്റായിട്ട് താമസിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ റോഷിയുടെ വീട്ടിലാണ് ഗസ്റ്റായിട്ട് താമസിക്കുന്നത്. അവരുടെ വീട്ടിലെ എല്ലാ ഡിസിഷനും ഞാനാണ് എടുക്കുന്നത്. റോഷി ഇന്ന് രാവിലെ ഇന്ന ഫുഡ് വെക്കണം, ഞാൻ പറയുമോ? ഇന്ന് റോഷി ജോലിക്ക് പോകണ്ട പറയുമോ? പക്ഷെ അവിടെ പറയാൻ അധികാരമുള്ള ഒരാളുണ്ട്. ആരെന്നറിയോ? റോഷിയുടെ ഹസ്ബൻഡ്. എനിക്ക് തോന്നുന്നു ഈ കർത്താവ് എന്നുള്ള വാക്കിൽ നിന്നാന്ന് തോന്നുന്നു പാസ്റ്ററെ ഭർത്താവ് എന്നുള്ള വാക്ക് വന്നത്. കാ മാറ്റി ബായ് ആക്കിയതേ ഉള്ളൂ. ബിക്കോസ് നമ്മളെ കൈ പിടിച്ച് അപ്പന്മാര് പെമ്പിള്ളാരെ കൊടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ന് തൊട്ട് പുള്ളി പറയുന്ന എല്ലാം. അന്ന് വരെ വീട്ടിൽ വരെ ആരുടെയും പെർമിഷൻ എടുക്കണം. പിന്നെ വിളിക്കും, പറയും അച്ചായൻ പറഞ്ഞോ വന്നോളാൻ. അച്ചാച്ചൻ പറഞ്ഞ് നീ വന്നോളാൻ പറയും. കാരണം അപ്പനും സ്ഥാനം ഒഴിഞ്ഞു, പുതിയ ആൾക്ക് കൊടുത്തു. ഞാൻ അർത്ഥം മനസ്സിലാക്കാൻ പറയുന്നതാ. ഇന്നും ലോഡ്ഷിപ്പ് കൊടുക്കാത്ത ഭാര്യമാരുണ്ട് കേട്ടോ. പക്ഷെ ലോഡ്ഷിപ്പ് കൊടുക്കണം കേട്ടോ. ഭർത്താക്കന്മാരാ ഹെഡ് ഓഫ് ദ ഫാമിലി കേട്ടോ. യു ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്, യു ഹാവ് ടു സബ്മിറ്റ് ദാറ്റ്. അവിടെ ഈ സബ്മിഷൻ കിട്ടാത്ത ഭാര്യമാരുണ്ടെങ്കിൽ ഐ വിൽ ടെൽ യു ദ വേർഡ് സേസ്, വൈഫ്സ് യു ഹാവ് ടു സബ്മിറ്റ് യുവർ ലൈഫ് ടു യുവർ ഹസ്ബൻഡ്സ്. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ഓക്കെ, ബിക്കോസ് ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന, അവർക്ക് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്, നമുക്ക് വേണ്ടിയല്ല. അവർക്ക് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോയതാ. സോ കർത്താവ്, ലോർഡ്ഷിപ്പ്, ഇത് നമ്മൾ ഓൾറെഡി റോമൻസ് 10:9 പറഞ്ഞു. ലോർഡ് യു ആർ മൈ ഗാഡ്. കർത്താവ് ഹൃദയത്തിൽ വരികയും ചെയ്തു. ബട്ട് സ്റ്റിൽ ഐ എം ആസ്കിങ്, ഹൂ ടേക്സ് ദ ഡിസിഷൻ ഇൻ യുവർ ലൈഫ്? പറ. ഇതായിരുന്നു പത്രോസിന് പറ്റിയത്. പത്രോസ് അതുവരെ കർത്താവേ 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 കർത്താവ്. ഈ വിളിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ തന്നെ ഓർക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എത്ര വട്ടം ഈ വാക്ക് ഉപയോഗിക്കുന്നു? കർത്താവേ 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 എന്ന് എണ്ണി വെക്കണം. അല്ലെ മക്കളെ ഏൽപ്പിച്ചാൽ മതി. കുടുംബ പ്രാർത്ഥനയിൽ മോനെ ഇന്ന് മമ്മി പ്രാർത്ഥിക്കുമ്പോൾ എത്ര കർത്താവ് പറയുന്നു, മക്കൾ കറക്റ്റായിട്ട് എണ്ണി പറയും. You know, everyone use this word, Lord, our Lord, our Lord, our Lord. You know what you're saying actually? Do you really mean it? Actually, you're saying, God, the one who has authority and power over my life, I am letting you to know this is the situation I am facing. മനസ്സിലായോ? എൻ്റെ ജീവിതത്തിൻ്റെ അധികാരവും അവകാശവും ഉത്തരങ്ങളും അല്ലെങ്കിൽ എനിക്ക് ഡിറക്ഷൻസ് പറഞ്ഞു തരാൻ കഴിവുള്ളവനെ എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ, മലയാളം എഴുതി പഠിച്ചവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നടത്തുന്നവനെ. ഇത് പറഞ്ഞിട്ട് പത്രോസ് പറയാ, എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നടത്തുന്നവനെ. ആ ആള് അങ്ങാണെങ്കിൽ അപ്പൊ ഇവന് ഉറപ്പില്ല. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക, പത്രോസ് എന്നാ സിസ്റ്റർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് ചോദിച്ചാൽ അന്നാ പത്രോസ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. എവിഡൻസ് ഉണ്ടോ? ഉണ്ട്, പറഞ്ഞുതരാം. വെള്ളത്തിൽ കൂടെ നടക്കുക. അപ്പൊ ആദ്യം പുള്ളി പറയുക, അതിനു മുമ്പ് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമായിരുന്നു. പടകൊക്കെ വിട്ടു, സത്യമാ. അപ്പൊ പറയാം കർത്താവേ നീ ആകുന്നുവെങ്കിൽ എന്ന്. അപ്പൊ കർത്താവ് ഒരു കാര്യം പ്ലാൻ ചെയ്തു, മോനെ നീ യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടിട്ടില്ല, ഒരു കാര്യം ഒന്നുകൂടെ ഞാനൊന്ന് മുക്കാം വെള്ളത്തിനകത്തോട്ട്. അന്ന് യേശു ഡയറക്റ്റ്ലി പത്രോസിനെ സ്നാനപ്പെടുത്തിയെന്ന് ഞാൻ പറയും. കയ്യെ പിടിച്ചൊന്നുമില്ല.
നമ്മൾ പറയും കാറ്റ് കണ്ട് കോള് കണ്ടാ മുങ്ങിയെന്ന്, വചനത്തിലും അങ്ങനെ എഴുതിയിരിക്കുന്നു. പക്ഷെ എന്നോട് ഒരു ദിവസം പരിശുദ്ധാത്മാ പറഞ്ഞു, മോളെ അവൻ്റെ വിളി ശരിയല്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന കുറേ പേര് ഇതിനകത്തും ഉണ്ട്. പറച്ചിൽ ഭയങ്കര കർത്താവാ, പക്ഷെ ഡിസിഷൻ നമ്മളെ എടുക്കത്തുള്ളൂ. എവിടെ ജോലിക്ക് പോകണം, മക്കളെ തന്നെ എവിടെ വിടണം, നമ്മുടെ കാര്യമല്ല നമ്മളെ ഡിസൈഡ് ചെയ്യുന്നേ. നമ്മൾ പറയും, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഹൃദയത്തിലൊന്നും പ്രാർത്ഥന മറ്റൊന്നുമാന്ന്, അതാ. സോ വാട്ട് ഹാപ്പൻഡ് യു നോ? ഒന്ന് മുക്കി വെള്ളത്തിലോട്ട് പോയപ്പം, നിങ്ങൾ ആരെങ്കിലും വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നിങ്ങളുടെ ലൈക്ക് ഡിഡ് യു എവർ നോട്ടീസ് വെൻ യു ഗോ ഇൻസൈഡ് ദ വാട്ടർ ദ പെർസ്പെക്റ്റീവ് ഓഫ് യുവർ വിഷൻ ഓർ തിങ്സ് ദാറ്റ് യു സീ വിൽ ബി ഡിഫറെൻറ്റ്, ദ ആംഗിൾ വിൽ ബി ഡിഫറെൻറ്റ്. കണ്ടിട്ടുണ്ടോ അത്? വെള്ളത്തിന് മുകളിൽ നിൽക്കുമ്പോൾ കാണുന്ന പോലെ വെള്ളത്തിന് അടിയിൽ പോയിട്ട് മേളിലോട്ട് നോക്കിയാൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ലൈക്ക് ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. ആരും പോയി വെള്ളത്തിൽ നിന്ന് മുങ്ങരുത്, ബട്ട് ട്രയൽ ചെയ്ത് നോക്കണം. പൂളൊക്കെ ഉണ്ടെന്ന് പോയി നോക്കണം കേട്ടോ. ഈ വെള്ളത്തിലോട്ട് മുങ്ങിയിട്ട് പത്രോസ് സ്റ്റില്ല് നോക്കി മേളിലോട്ട്. അപ്പോഴാ പത്രോസിന് മനസ്സിലായത് കർത്താവ് ഇപ്പോഴും വെള്ളത്തിന്റെ മുകളിലുണ്ട്. കർത്താവിന്റെ കാലെന്ത് ചെയ്തിട്ടില്ല, താന്നിട്ടില്ല. അപ്പം മനസ്സിലായി ഇത് ശരിക്കും ആരാ? എൻ്റെ ലോഡാ. എന്നെ ഇപ്പൊ എൻ്റെ സ്വിമ്മിങ് സ്കിൽസിനെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ ഓർക്ക് ഇത്രയും സ്നേഹമില്ലാത്ത കുറെ ശിഷ്യന്മാർ ഒരെണ്ണം വെള്ളത്തിൽ ചാടിയില്ല. ഇതുപോലെ സഭയിൽ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാ, ദോസ്തുക്കളാ അല്ലേ? പക്ഷെ പ്രശ്നം വരുമ്പോൾ അറിയാം ആര് കൂടെ ചാടുന്നു. ഒറ്റയൊരെണ്ണം കൂടെ ചാടത്തില്ല മക്കളെ, കർത്താവേ ഉള്ളു കേട്ടോ. ചില സിറ്റുവേഷനിൽ പഠിപ്പിക്കും, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആർ ദെയർ, ദേ വിൽ ഡു ദിസ് ഫോർ മീ, ദേ വിൽ സാക്രിഫൈസ് എവറിത്തിങ് ഫോർ മീ. നത്തിങ് വിൽ ഹാപ്പൻ when you are in the most depth of your problem. No friends will come to help you. They have their own limitations, even though you are walking close by. ഒരുമിച്ചാ കഴിക്കുന്നത്, ഒരുമിച്ചാ നടക്കുന്നത്, ഒരുമിച്ചാ ഓടുന്നത്, എല്ലാം യേശുവിൻ്റെ കൂടാ. പക്ഷെ ഒറ്റയൊരെണ്ണം വെള്ളത്തിൽ ചാടിയില്ല. പത്രോസ് വെള്ളത്തിൽ നോക്കുമ്പം ഒറ്റ ശിഷ്യന്മാരും ഇറങ്ങിയിട്ടില്ല, ഒരു കയ്യും വരുന്നില്ല. പക്ഷെ കർത്താവ് still on the top of your problem. He say I am in control. അപ്പ പത്രോസ് ഒരു വിളിച്ചു. അതൊന്ന് വായിച്ചേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാക്യത്. കർത്താവേ, എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അപ്പൊ അങ്ങനെ വിളിച്ചപ്പോ എന്തുവാ പറഞ്ഞേ? യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. മതി. പത്രോസ് മുങ്ങി നോക്കിയപ്പം കർത്താവ് മുകളിൽ സ്നാനം കഴിഞ്ഞു. പൊങ്ങി വന്നപ്പോ പറയാ മൈ ലോർഡ്. മനസ്സിലായോ? വെള്ളത്തിൽ കിടന്ന് വിളിക്കുന്ന പേരനെ. ഒരു കാര്യമുണ്ട്, വെള്ളത്തിൽ മുങ്ങി എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടോ? നീന്തൽ അറിയുന്നവരുടെ കാര്യമല്ലേ പറയാം. നീന്തൽ അറിയാത്തവര് വെള്ളത്തിൽ കിടക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുമോ? അവിടെ കിടന്നുകൊണ്ട് വലിയ വലിയ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ നീ ആകുന്നുവെങ്കിൽ അങ്ങയുടെ കരം ഇറങ്ങി വന്നെന്നെ. വെള്ളം വായിക്കൂടെ മൂക്കിനകത്തൂടെ കയറുക. പറയാൻ പറ്റുമോ? ഒറ്റ വാക്കേ പറയാൻ പറ്റുള്ളൂ, കർത്താവേ എന്നെ രക്ഷിക്കണേ. ഞാൻ ചോദിക്കും, വെള്ളത്തിൽ മുങ്ങുമ്പോൾ എങ്ങനെയാ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? കർത്താവിന് അവന്റെ ഹൃദയം. ഹി സെഡ്, അന്നാണ് അവൻ ട്രൂ ആയിട്ട് കൺഫസ് ചെയ്തത്, ലോർഡ് യു ആർ മൈ ഗാഡ്. കർത്താവേ, യേശുവേ അങ്ങന്റെ കർത്താവാ. ഒൺലി യു ക്യാൻ ഹെൽപ്പ് മീ ഇൻ ദിസ് സിറ്റുവേഷൻ. അത് കൺഫസ് ചെയ്യുകയും അത് കഴിഞ്ഞുള്ള വാക്ക് കണ്ടോ, ഉടനെ. അല്പം കഴിഞ്ഞെന്നല്ല. നിങ്ങൾ ഓർക്കുന്നത് മുങ്ങി ചത്തുപോകുന്ന ഓർത്ത. ഞാൻ പറയാം, പത്രോസ് മുങ്ങി ചാവത്തില്ലായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും ഫ്ലോട്ട് ചെയ്ത് വെള്ളത്തിൽ കിടക്കാനുള്ള കഴിവുള്ളവനാ. അതുകൊണ്ട് ചിന്തിക്കരുത് മുങ്ങിപ്പോവും ചത്തുപോകുന്ന ഓർത്ത യേശു കൈ പിടിച്ചെന്നല്ല. കൺഫെഷൻ പഠിപ്പിക്കാൻ വേണ്ടി മുക്കിയതാ. അന്ന് പത്രോസ് പറഞ്ഞു, കർത്താവേ, മൈ ലോർഡ്, the one who have authority over my life. അപ്പ കർത്താവ് പറയും, ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചു. അപ്പൊ കൈ നീട്ടി പിടിക്കാതെ, ഇഫ് എനിബഡി ഇൻ ദിസ് റൂം ഹു ആർ ബീൻ സ്ട്രഗ്ലിംഗ്, യു ഫീൽ ലൈക്ക് യു ആർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ സീ. വെള്ളത്തിൽ ഒന്ന് മുങ്ങും താഴും, പൊങ്ങും താഴും, പൊങ്ങും താഴും. ഈ പ്രോസസ്സ് കുറെ നാളായിട്ട് തുടരുന്നുണ്ടെങ്കിൽ കർത്താവ് പറയാ, എന്ന് ലോർഡ് ലോർഡ് എന്ന് വിളിക്കരുത്, കർത്താവേ കർത്താവേ എന്ന് വെറുതെ വിളിക്കരുത്. ഇഫ് യു റിയലി മീൻ ഇറ്റ്, കോൾ. അർത്ഥം മനസ്സിലാക്കിയ പ്രാർത്ഥിക്കാവുള്ളൂ കേട്ടോ. അർത്ഥം മനസ്സിലാക്കിയ പേര് വിളിക്കാവുള്ളൂ. ഇഫ് എനിബഡി ഈസ് പ്രേയിങ് ലോർഡ്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ സേയിങ്, യു ആർ മീനിങ് ഇറ്റ്. യു മീൻ ദാറ്റ് വേർഡ്. എന്തുവാ? എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നടത്തുന്നവനെ. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുക, അവർ അക്കരെ എത്തി. സോ അക്കരെ എത്താതെ മുങ്ങി 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 മുങ്ങിത്താന്ന് മുങ്ങിത്താന്ന് ഹാലയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്റ്റിൽ യു ആർ സേയിങ് സം വേർഡ്സ് ദാറ്റ് ഈസ് നോട്ട് സപ്പോസ് ടു സേ ഔട്ട്. എന്തുവാ? കർത്താവേ നീ ആകുന്നു, ഇത് ഭൂതമാ,
ഇതൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നം എന്താ എനിക്ക് അലൗ ചെയ്തേ? ചിലർക്കൊരു പ്രത്യേകതയുള്ളൊരു കാര്യമാണ്, ആരെങ്കിലും കഷ്ടതയുടെ കൊടുമുടി പോകുമ്പോൾ ചോദിക്കും അതെന്താ അവർക്ക് അങ്ങനെ പറ്റിയത്? ഇത്രയും ഞാൻ പറയും ഒരു കാര്യം, എൻ്റെ മമ്മിയെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ലാസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് തീർക്കാം. ഞങ്ങൾ കേട്ടതുപോലെ നിന്ന എനിക്ക് എല്ലാവരും കേൾക്കാറുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഒത്തിരി നിന്ന. അതിൻ്റെ കാരണം എന്താ പറയുക? കേൾക്കുന്ന ഏറ്റവും വലിയ നിന്ന എന്നു പറയോ, ഇവരിത്രയും പ്രാർത്ഥിച്ചിട്ട് ഇവരിത്രയും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമായിട്ട് ഇവർക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നമെന്ന്? ഉത്തരം പറയട്ടെ. എന്നെ മാനസാന്തരപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എനിക്ക് ഉത്തരം തന്നതിൻ്റെ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒത്തിരി എൻ്റെ പപ്പായുടെ മുമ്പിൽ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മമ്മി എപ്പോഴും ഉപവാസം പ്രാർത്ഥനയാണ്. മമ്മി ഉപവസിക്കുന്ന എനിക്ക് പ്രശ്നം വീട്ടിൽ കൂടാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, മമ്മി ഒന്ന് ഉപവാസം നിർത്താവോ? എൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഇല്ല. മമ്മി ഇത്രയും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണമെന്നൊക്കെ ഞാൻ പലപ്പോഴും പപ്പായുടെ മുമ്പിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു പിന്നെ ഒരു സത്യം മനസ്സിലായത്, കർത്താവ് എല്ലാവർക്കും കഷ്ടത കൊടുക്കത്തില്ല. കർത്താവിന് ഏറ്റവും ഡിയറസ്റ്റ് ആയവർക്ക് കഷ്ടത കൊടുക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ട്രൂത്താ. ഇഫ് യു ആർ സ്ട്രഗിളിങ് ലൈക്ക് നോ വൺ എൽസ്, നിങ്ങളുടെ വിളി എന്താണെന്നറിയോ? എൻ്റെ മറ്റൊരു മെസ്സേജാണ് അത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു കാര്യമുണ്ട്, ഗോതമ്പിനും മെതിവണ്ടിയും കരിഞ്ജീരകത്തിനും ജീരകത്തിനും വടിയാണ് ഹല്ലേലൂയ കർഷകൻ വെച്ചിരിക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ മെതിവണ്ടിയാണ്. ഓർത്തോ, നീ ഒരു ഗോതമ്പാ, നിന്നെ പാണ്ഡികശാലയിലാണ് ശേഖരിച്ചു വെക്കാൻ പോകുന്നത്. നീ ജീരകമാണെങ്കിൽ ഉണ്ടല്ലോ, ആൻറ്റിമാരെ നിങ്ങളുടെ വീട്ടിൽ ജീരകം എവിടെ ഇരിക്കുന്നതെന്നറിയോ? ഒരു കുഞ്ഞ് ഡപ്പയിൽ, ആർക്കും വേണ്ടാത്തൊരു ഡപ്പയുടെ മൂലയിൽ ഇരിപ്പുണ്ട്. പക്ഷെ ഗോതമ്പ് എവിടെ വെക്കുന്നതെന്നറിയോ? വീട്ടിലെ ഏറ്റവും വലിയ പാത്രത്തിൽ അല്ലേ? അതുകൊണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നീ ഒരു ഗോതമ്പാണ്, നിനക്ക് മെതിവണ്ടി ഉറപ്പാ. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇവിടെ അനുഭവിക്കുന്ന ഓരോ കഷ്ടതയും നമ്മളെ തികഞ്ഞവരാക്കും ക്രിസ്തുവിൽ. സോ കർത്താവ് കഷ്ടത തരുന്നുണ്ടെ ഓർത്തു, നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന മഹത്വം അത്ര വലുതാണ്. നിന്നെ കേറുമ്പോൾ ഓർത്തോ, മഹത്വം വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു മഹത്വം വെളിപ്പെടും. നിന്റെ നിന്ന മാറും, കണ്ണുനീർ മാറും. ഇതെന്തിനെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ കർത്താവ് പറയുക, മോളെ ഏറ്റവും അധികം നിന്നയും കഷ്ടതയും ആരനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിന് ഏറ്റവും വലിയ വിറ്റ്നസ്സാണ് ഞാൻ. If you ask me why you are preaching the word and standing in UK, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ഒരുപാട് നിന്ന കേട്ടിട്ടുണ്ട്, പരിഹാസം കേട്ടിട്ടുണ്ട്, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്കൊന്നും ഒരു കഴിവില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ഒന്നും ഒരിടത്തെത്തത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ UK നിൽക്കുന്ന എൻ്റെ നഴ്സിംഗ് ഡിഗ്രി കൊണ്ടല്ല കേട്ടോ, കർത്താവിൻ്റെ സ്നേഹം കൊണ്ടാ. If I am traveling around the world, only one thing, His faithfulness towards my parents. എൻ്റെ അമ്മയുടെ ഉപവാസം ഒന്നും വെറുതാവല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുക. കഷ്ടത വന്നത് എനിക്കേറെ ഗുണമായി. നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ എനിക്കിടയെ. ആർക്കുമില്ലാത്ത കഷ്ടത നിങ്ങളുടെ ജീവിതത്തിന് വരുന്നുണ്ടെങ്കിൽ ചങ്ക കൈവച്ചിട്ട് പറയണം, ബിക്കോസ് ഗോഡ് ചോസ് മീ ഫോർ എ ബെറ്റർ കോളിംഗ്, ഐ ആം ഗോയിങ് ത്രൂ ദിസ് പെയിൻ. അതൊരു ഹോണറായിട്ട് എടുക്കണം. ഞാൻ അങ്ങനെ എടുക്കുന്ന ആളാ. നിങ്ങളെ ചൂസ് ചെയ്ത ആ കഷ്ടത എന്തിനാ എനിക്ക് തന്നെന്നറിയോ? ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുക പാസ്റ്റർ, എനിക്കത് പരിശുദ്ധാത്മാ ദൂത് പറയാൻ പറയുന്നോണ്ടാ. ചില കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന അമ്മമാരോട് ഞാൻ പറയുക, ആ തലമുറകളെ എങ്ങനെ വളർത്തണമെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന അമ്മമാരോട്, ദൈവം എല്ലാവർക്കും ചില തലമുറകളെ കൊടുക്കത്തില്ല. If God gave you a special child, that means that calling is higher. Because God is saying എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല കുഞ്ഞിനെ. സ്പെഷ്യൽ കോളിംഗ്, സ്പെഷ്യൽ അപ്പോയിൻമെന്റ്, സ്പെഷ്യൽ അനോയിന്റിങ് ഉള്ള അമ്മമാർക്കേ കൊടുക്കത്തുള്ളൂ. അങ്ങനെയുള്ള അമ്മമാരെ കാണുമ്പോൾ ഓർത്തോണം, ദൈവം ആ അമ്മയെ ഒരു സ്പെഷ്യൽ കോളിങ്ങിന് വേണ്ടി ഒരു തലമുറയെ വിശ്വസിച്ച് കൊടുത്തേക്കുവാന്ന്. മനസ്സിലായോ? അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഐ വിൽ ടെൽ യു ദിസ് ഇസ് ദ ട്രൂത്ത്. ബിക്കോസ് എനിക്ക് നിന്ന ഒത്തിരി ടെസ്റ്റിമണി പറയണം. ഞാൻ അങ്ങനത്തെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ അമ്മമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അറ്റ് ദ എൻഡ് ഐ ഹാവ് സീൻ ദ റിസൾട്ട്സ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദെയർ ഹൗസ്. ദൈവം അവരുടെ കൂടെ വെളിപ്പെടുത്തിയ മഹത്വം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെ ചൂസ് ചെയ്ത അവരെ ചൂസ് ചെയ്തിട്ടുണ്ടോ ഓർത്തോ, സ്പെഷ്യൽ കോളിംഗ് ഉണ്ട് ആ കുഞ്ഞുങ്ങളുടെ മേൽ, സ്പെഷ്യൽ അനോയിന്റിങ് ഉണ്ട് അമ്മയുടെ മേൽ. എല്ലാവർക്കും എല്ലാ തലമുറയും ദൈവം കൊടുക്കത്തില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ആരെയും പരിഹസിക്കരുത്. പരിഹസിച്ചാൽ ബന്ധനം മുറുകും. പരിഹസിക്കരുത്. നാട്ടിലെ ഒരു ചൊല്ലുണ്ടേ, പഴുത്തയില വീഴുന്ന കണ്ട് പച്ചല ചിരിക്കരുതെന്ന്.
ഏതെങ്കിലും തലമുറ തെറ്റിപ്പോകുമ്പോണ്ടല്ലോ അവരുടെ വളർത്തു ദോഷമാണെന്നും അവള് വളർത്തിയേൻ്റെ ആണെന്നും എന്നും മാറിയിരുന്ന് ആരും കേട്ടില്ലേലും പറയുമ്പോഴും കൂട്ടം കൂടി പറയുന്നുണ്ടെ ഓർത്തോ, നിനക്കുമുണ്ട് വീട്ടിലൊരു പച്ചല. നീയും വളർത്തുന്നുണ്ട് മക്കളെ, നിനക്കുമുണ്ട് ഒരു ഭർത്താവ്, നിനക്കുമുണ്ട് കുടുംബജീവിതം. ആരെയും പരിഹസിക്കരുത് ദൈവമക്കളെ. തുറന്ന് ഞാൻ പറയാ, ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും അവരുടെ ജീവിതത്തിലെ കുറവ് പുറത്തു പറഞ്ഞും കളിയാക്കിയും നിങ്ങൾ പരിഹസിച്ചാൽ ദൈവം എഴുതി വെക്കുന്നുണ്ട്. ദൈവം എഴുതി വെക്കുന്നുണ്ട്. അവര് കേൾക്കത്തില്ല, പക്ഷെ ദൈവം എഴുതി വെക്കുന്നുണ്ട്. നാളെ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നാൽ എൻ്റെ മക്കൾ എന്താ ഇതാവുന്ന ഓർത്തോണം. ഒറ്റ കാര്യം അതും കൂടെ ഞാൻ പറയാം, കുറവ് ഏറ്റു പറഞ്ഞോണം. കർത്താവേ, ഞാൻ ചിലരെ പരിഹസിച്ചിട്ടുണ്ട്, ഞാൻ ചിലരെ വിധിച്ചിട്ടുണ്ട്. അവിടെ ബൈബിളിലെ വാക്യം അറിയാലോ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ആരെയും വിധിക്കരുത്. ഡു നോട്ട് ജഡ്ജ്. ജഡ്ജ് ചെയ്യാൻ എളുപ്പം, ഒറ്റയടിക്കങ്ങ് പറയും. അതെന്താ കൊച്ചങ്ങനെ? വളർത്തുദോഷാ കേട്ടോ. ചിന്തിക്കണം. നാളെ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഞാൻ പറയാം, കല്യാണം കഴിക്കും, മക്കളുണ്ടാവും. കർത്താവ് ഇത് ഓർത്തിരിക്കും. കർത്താവ് ഓർക്കത്തില്ലെന്ന് ഓർക്കരുത്. ബൈബിളിൽ ഒത്തിരി തെളിവുണ്ട്, സമയമില്ല. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, സഭയെ അറിയിക്കുക കേട്ടോ. പരിഹസിക്കരുത്, ആരെയും വിമർശിക്കരുത്. ഒരാളെ ജോലി പോകുമ്പോൾ കിടന്ന് ചിരിക്കരുത്. നാളെ നിന്റെയും ജോലി പോകും, അപ്പോഴേ വേദന അറിയത്തുള്ളൂ. സോ വാട്ട് യു സോ യു വിൽ റീപ്പ്. സോ ഇഫ് യു വാണ്ട് ടു സോ ദ ബ്ലെസ്സിങ്സ് ഇൻ യുവർ ലൈഫ്, ദൈവം തരുന്ന അനുഗ്രഹങ്ങളൊക്കെ റീപ്പ് ചെയ്യാനും ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലത് വിതച്ചാൽ